ഇവിടെയും കർത്തൃദാസന്മാര് പലരുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്നുകൊണ്ട് വായിച്ചു. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. വളരെ പരിചിതമായ ഒരു വാക്യമാണ്, മിക്കവർക്കും മനഃപ്പാഠമാണ്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. ഈ വേദപുസ്തകത്തിൽ സങ്കീർത്തനത്തിന് വളരെ 150 സങ്കീർത്തനങ്ങൾ 5 പുസ്തകമായിട്ടാണ് ഇത് തരംതിരിച്ചിരിക്കുന്നത്. 1-ാം പുസ്തകം, 2-ാം പുസ്തകം, 3-ാം പുസ്തകം, 4-ാം പുസ്തകം, 5-ാം പുസ്തകം. ഇത് മോശയുടെ പഞ്ചഗ്രന്ഥവുമായിട്ട് താരതമ്യ പഠനം നടത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. എല്ലാം വിവരിക്കുന്നില്ല, സമയത്തെയും കൂടെ കണക്കിലെടുത്ത്. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് സങ്കീർത്തനമൊന്നും പ്രസംഗിക്കരുത്, സങ്കീർത്തനം വായിക്കുകയോ ചെയ്യരുന്ന. അത് പേടിച്ചിപ്പോ ചില ഉപദേശിമാര് പേടിക്കാൻ കാര്യം കാശ് കൊടുത്തും സ്തുതിപാടിയായി സഭ മേടിക്കുന്നത്. എന്നോട് ഒന്നും പറയരുതെന്നാ പറഞ്ഞു. അപ്പൊ പിന്നെ അവര് പറയും പോലെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതെ എന്നാ ഒന്നും പറയുന്നില്ല. ഈ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതിന് ഒത്തിരി തെളിവുണ്ട്. ഒരു തെളിവ് തരാം. നിങ്ങൾക്കറിയാം, വചനം പഠിക്കുന്നവർക്ക് യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദ തൂങ്ങിച്ചത്തിട്ട് ഒത്തില്ലെന്നുള്ളതാണ്. പിന്നെ പഴയ ആൾക്കാരെ ചത്ത് കിടഞ്ഞാലും ചമഞ്ഞ് കിടക്കണം, തൂങ്ങിച്ചത്തിട്ട് പോലും ഒത്തില്ല. ജാകാൻ നോക്കി അത് ഒക്കണ്ടേ, അത് ഒത്തില്ല. ഇവൻ ദൈവപുത്രനെ ഒറ്റിക്കൊടുത്തവനാ. അങ്ങനെ ഒറ്റിക്കൊടുക്കുന്ന ആൾക്കാർ ധാരാളം ഇല്ലയോ? ഉള്ള ദൈവപുത്രനെ മാത്രമാണ് ഒറ്റുന്നത്. അപ്പൊ ഇവന്റെ അക്കൗണ്ടിൽ കാശ് വരണം, അതിനാണ് ഇവൻ ഒറ്റിയത്. അല്ലാതെ പുള്ളിയോട് വലിയ വൈരാഗ്യം ഒന്നും യൂതായിട്ട് പേഴ്സണലി നീ എനിക്ക് ഇത്ര കാശ് കിട്ടണം, അതിന് ഞാൻ പുള്ളി വന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ഓർത്തില്ല. തന്നെയല്ല, അയാൾ ചത്താലും ചാകുകയല്ലെന്നാ ഞാൻ അവനെ എടുക്കാനൊക്കെ. അപ്പൊ യൂദായോട് നമ്മളെ പേഴ്സണലി ഒന്ന് ചോദിക്കുക, എന്തിനാണ് വെറുതെ ഒറ്റപ്പെടുക? ഞാൻ പറയാം, ഇങ്ങനെ വരുമെന്ന് ഞാൻ പിന്നെ തോട്ടത്തിലോട്ട് കയറിച്ചില്ല. ഞാനൊരു ഉമ്മ കൊടുക്കുന്നല്ലാതെ ഒരു ഉമ്മയ്ക്കും 30 വലിയ കാശ്. അയ്യോ, നമ്മുടെ ആൾക്കാരന്ന് ഉമ്മ കൂടെ തൂപ്പാട് വന്നേനെ. കണ്ണ് തുറക്കുന്ന പോലെ ഉമ്മയായിരിക്കും. കണ്ണിലിരുട്ട് കയറുന്ന വരെ ഉമ്മ വെച്ച് പിന്നെ അങ്ങനെ ഉമ്മച്ചനെന്ന് പേരുള്ള ഒത്തിരി പേരുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല. ദൈവത്തിന് അവരുടെ ആലോചന ഉണ്ടായിരുന്നു. ഇവനെ ഒറ്റിക്കൊടുത്തു. പന്തിരുവരിയിലൊരുത്തന് യൂതൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. പന്തിരുവരിയിലൊരുത്തന് യൂതൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. പന്തിരുവരിയിലൊരുത്തന യൂതൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. ഇച്ചിരി കാശ് വേണം, അതിന് ഒരു ചെറിയ പണി ചെയ്തതാ, പക്ഷെ അത് ഏറ്റില്ലെന്നുള്ളതാണ്. അതെ, നമുക്ക് ആ വിഷയം വേണ്ട. ഇത് രണ്ടു ഒത്തില്ലെന്നുള്ളത്. അല്ല, ഒറ്റുകാരൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. പൊത്തോന്ന് താഴെ വീണു.
അവൻ പൊത്തോന്ന് താഴെ വീണു. എന്നെ ശിഷ്യന്മാരെയെല്ലാം യേശു ശിഷ്യവൃന്ദങ്ങൾക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു. കേബാവിന് മുമ്പേ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. വിഷയം തെളിയിക്കാൻ കേബാവെന്നൊരു മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, കേബാവിന് പ്രത്യക്ഷപ്പെട്ടു, പന്തിരവർക്ക് പ്രത്യക്ഷപ്പെട്ടു, എമ്മവശി പോയവർക്ക് പ്രത്യക്ഷപ്പെട്ടു, കടൽക്കരയെ വെച്ച് പ്രത്യക്ഷപ്പെട്ടു, മുറികടച്ചപ്പോൾ പ്രത്യക്ഷപ്പെട്ടു, തോമാസ് ഉള്ളപ്പം എന്ന് പ്രത്യക്ഷപ്പെട്ടു, യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. പൗലോസ് പറഞ്ഞു, ഒടുവിൽ അകാല പ്രജപുരമുള്ള എനിക്കും അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. ഇവർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട് ഒടുവിൽ അവരുടെ കൂടെ കൂടി 14 ദിവസത്തോളം അവരുമായി കൂടുകയും ഇടപെടുകയും ചെയ്ത് ഒടുവിൽ ഇവരെയെല്ലാം കൂടെ കൂട്ടി ബഥാന്യോളം കൊണ്ടുപോയി അന്ത്യകൽപ്പന. ഇതെല്ലാം നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. മത്തായി 28, 16, ലൂക്കോസ് 24, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള തിരുവെഴുത്തുകളൊക്കെ പഠിക്കുമ്പോൾ അന്ത്യകൽപ്പന കൊടുത്തവര് നോക്കി നിൽക്കുമ്പോൾ യേശു സ്വർഗത്തിലേക്ക് പോവുക. അതിനെ സ്വർഗത്തിലേക്ക് പോയത് അവിടുന്ന് വന്നേ. ഒരു വാക്യം വായിച്ചോ, യോഹന്നാൻ 16:28. എവിടുന്നാ വന്നത്, എന്തിനാ വന്ന്, എങ്ങോട്ടാ പോയെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചിലർക്ക് ഇപ്പോഴും ഡൗട്ടാ എവിടുന്നാ വന്ന് എങ്ങോട്ടാ പോയെന്ന്. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു. അവിടുന്ന് ഇങ്ങോട്ട് വന്നത്, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു പിന്നെ ലോകത്തിൽ വന്നിരിക്കും. ഇവിടെ വന്നത്, ഈ ലോകത്തിൽ വന്നു. അടുത്തത് പിന്നെ ഈ ലോകത്തെ വിട്ട് ഇനി ഇവിടെ വിട്ടേ പിതാവിന്റെ അടുക്കൽ പോകുന്നു. അതാ കർത്താവ്. ഇത്ര കൃത്യമായിട്ടാ തപ്പി നടക്കുമെന്ന് നമ്മുടെ കൃത്യമായിട്ട് എഴുതി. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടെ ഏൽപ്പിച്ച ശുശ്രൂഷയെല്ലാം നിവർത്തിച്ചു, നേരെ അങ്ങോട്ട് പോവുക. പല ആൾക്കാരും എവിടുന്നാ വന്നെന്നും അറിയാൻ മേല. ഇവിടെ ചെയ്തു വെച്ചതെല്ലാം നാശക്കൊള്ളിയാ. വത്സ അവന്റെ പെടലി എടുത്തോണ്ട് പോവാൻ ഞാൻ നിന്നിൽ പ്രസാദിക്കുന്നു. വത്സം കൊടുവാളുമായിട്ട് രാവിലെ ഇറങ്ങി പെടലി വെച്ചാൽ ഇതൊക്കെയാ ചെയ്തു വെച്ചത്. അവനെ കൊന്നേച്ച് വന്നാ മതി, ഞാൻ പ്രസാദിക്കുമെന്ന്. ഇത്ര വായിച്ചൊരു സഹോദരി പേരെന്തുവാ, യുവദാസിന്റെ പേരെന്തുവാ, ലൗലി വായിച്ചാട്ട. ഈ സുവിശേഷം, അതാ സുവിശേഷം. എന്തുവാ സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തുവാണ്. എന്തിനാ ഈ സുവിശേഷം? ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, സുവിശേഷം എന്തിനാന്ന് പറഞ്ഞാൽ ആമൽശോത്രം രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാന്ന 1:16 റോമർ. അറിവുള്ള വാക്യമാണ്, എങ്കിലും ഒന്ന് വായിച്ചു. 1:16 പെട്ടെന്ന് വായിച്ചു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും ഇത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാ, ദൈവത്തിന്റെ മഹത്വം. അപ്പൊ സുവിശേഷം എന്തിനാ? ഇത് രക്ഷയ്ക്കായി ദൈവശക്തിയാ. ഇത് രക്ഷയുടെ മാർഗമാണ്. രക്ഷിക്കപ്പെടാനാ, രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി, ഒരേ ഒരു വാതിൽ, ഒറ്റ മാർഗം, അത് സുവിശേഷം. അതെന്തുവാ സുവിശേഷം? സുവിശേഷം നസറയനാകുന്ന യേശു ക്രിസ്തു. ഈ സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട് കേട്ടോ. സുവിശേഷത്തിന്റെ വിശേഷത അതെല്ലാം എല്ലാം കൂടെ എടുത്ത വാക്യം ഇതും എല്ലാം കൂടെ ഒക്കത്തില്ല. അതിനിടയ്ക്ക് 2 ശീലം പാട്ടുമൊക്കെ പാടും. ഇവരാണ് നല്ല താളക്കണക്കിന് എനിക്കാണ് ഇന്നങ്ങ് പാടാൻ തന്നെ തോന്നുക. അപ്പൊ നിങ്ങൾ പറയും, ഇയാളെ പാടാനല്ലല്ലോ വിളിച്ച, പാടാൻ ലാലും ഉണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷത്തിന്റെ വിശേഷത ഒരു കാര്യം പറഞ്ഞു, ഒത്തിരി ഉണ്ട്. ഒരു കാര്യം, ഈ സുവിശേഷത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ഇങ്ങനെ, സമാധാന സുവിശേഷം. അതാ എങ്ങനെ? അറിവുള്ള വാക്യം 6:14 ഏതാറാന്നായിരിക്കും. മൂവാറ്റുപുഴ 6 പമ്പ 6 എഫേസ്യ ലേഖനം 6-ാം അധ്യായം. 6 പലതുണ്ടല്ലോ, പെട്ടെന്ന് വായിച്ചോ ലവലിമാമേ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ. അത് കുഴപ്പമില്ല. 6:14 മുതലൊന്ന് വായിച്ചു. 15 നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ട് ഇത് നമ്മുടെ രക്ഷാ വസ്ത്രങ്ങളൊക്കെയാ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ട് നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം. അപ്പൊ ഈ സുവിശേഷത്തിന്റെ വിശേഷത ഇത് അലോക്യം ഉണ്ടാക്കുന്നതല്ലെന്ന്. സുവിശേഷം കൊണ്ട് മാത്രമേ സമാധാനമുള്ളൂ. സുവിശേഷത്തിൽ മാത്രമേ സമാധാനമുള്ളൂ. സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്.
ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ മൈക്ക് കൊടുത്ത് അവര് ഇങ്ങനെ എഴുന്നേറ്റ് പറയും, ഒരു കാലത്ത് ഞങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയില്ലായിരുന്നവരാ, എന്നാൽ യേശു സുവിശേഷം ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് വന്നു, യേശു ഞങ്ങളുടെ ഭവനത്തിൽ വന്നു, യേശു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു, ഇന്ന് ഞങ്ങൾക്ക് സമാധാനമാ. സമാധാനമില്ല ഭൂമിയിൽ അല്ലെങ്കിലും അനുദിനം. വരി മറന്നുപോയി, ഞാന് പാടിക്കേ. പടർന്നുകയായി ധരണിതൻ ഓ സമാധാനമില്ല നൂതിന നിലവിളി പടർന്നു ഓ ദൈവത്തിൻ ഗീതങ്ങൾക്കാനന്ദം ധരണിയിൽ ക്ലേശിപ്പാൻ ഓ ദൈവത്തിൻ ഗീതങ്ങൾ ക്ലേശിപ്പാൻ ആ കാകളം കാതുകൾ കേട്ടിടറ ദൈവദൂതർ പൊൻവീണകൾ വീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. അപ്പൊ ഈ സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം ഉണ്ടാക്കുന്ന മാർഗമാണ്. ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും ഒക്കെ അടിമപ്പെട്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും ദേശക്കാർക്കും എന്ന് വേണ്ട ആർക്കും സ്വസ്ഥത കൊടുക്കാതെ സമാധാനം കൊടുക്കാതെ അത് വളരെ ബുദ്ധിമുട്ടിയ എത്ര വ്യക്തികൾ, എത്ര കുടുംബങ്ങൾ സുവിശേഷത്താൽ സമാധാനം പ്രാപിച്ചു. ഈ സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. സുവിശേഷം കൊണ്ട് മാത്രമേ സമാധാനമുള്ളൂ. സുവിശേഷം എത്തട്ടെ, അവിടെ സമാധാനമാണ്. ഒരു വീട്ടിൽ വന്നേ അലോഗ്യമെല്ലാം മാറും സുവിശേഷം വന്ന. ഒരു ദേശത്ത് സുവിശേഷം ഉയർത്തട്ടെ, ദേശത്തിന് സമാധാനമാണ്. അടിപിടിയും കത്തിക്കൂത്തും കൊലപാതകവും ദുഷ്പ്രവൃത്തികളും അതെല്ലാം മാറ്റും സുവിശേഷം കൊണ്ട് മാത്രമേ ഒക്കൂ. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. അപ്പൊ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. ആ സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്നതാണ്. ദൈവത്തിന്റെ മഹത്വം. ഈ സുവിശേഷം ഇന്ന് രാത്രി ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുക. ആരൊക്കെ ഏറ്റെടുക്കും അവർക്കെല്ലാം അനുഗ്രഹമാണ്. ആരായി സുവിശേഷം കേൾക്കണ്ട? എല്ലാവരും കേൾക്കണം. 49 സങ്കീർത്തനത്തിലും ആമേൻ സ്തോത്രം ശിയാപ്രവചനമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമായി സുവിശേഷം. എല്ലാവർക്കും ഇരുന്ന് ഒന്നിച്ചിരുന്ന് കേൾക്കാം. മറ്റു കാര്യങ്ങൾ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാനൊക്കത്തില്ല. അതില്ലേ പറയുന്നത്, എന്തുവാടാ മൂത്തൊരു പറയുന്നതിന്റെ കീഴെ കയറിയിരിക്കുന്നത് എന്നാ കേൾക്കാനാ? മൂത്തൊരു പറയുന്നതല്ല അത്രയാ. കൊച്ചുങ്ങൾ കേൾക്കാൻ പാടില്ലാതെ കേട്ടിട്ടില്ല അങ്ങനെ പറഞ്ഞു. അല്ല, ഞങ്ങളെ പാസ്റ്റർമാരും പറയാം, എന്തുവാ ബ്രദറെ ഞങ്ങളൊരു കാര്യം പറയട്ടെ, ബ്രദർ അങ്ങോട്ടൊന്ന്. അപ്പം ബ്രദറിന് കേൾക്കാൻ മേലാത്ത ഞങ്ങൾ ഇരുന്ന് ഒപ്പിക്കുന്നത്. അതെ ആണെന്ന് സഹോദരി ഒന്നും മാറുന്ന ഞാനൊരു കാര്യം പറയട്ടെ, അതെല്ലാം കേൾക്കാൻ പറ്റാത്തതാണ്. ഒന്നെങ്കിൽ കേൾക്കാൻ പറ്റാത്തല്ലേ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര കോലാഹലം. എന്നാ സുവിശേഷം ആർക്കും കേൾക്കാം, എല്ലാവർക്കും കേൾക്കാം. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുക. ഞാൻ സുവിശേഷം പറയട്ടെ നിന്ന് വരെ ഉപദേശിച്ച് പറഞ്ഞിട്ടില്ല. സ്തോത്രം. കേട്ടവർക്കും കേൾക്കാം, എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്ന നല്ല വാർത്തയാ സുവിശേഷം. ഇത് സമാധാനമാണ്. ദൈവത്തിന്റെ മഹത്വം. മനുഷ്യന് സമാധാനമില്ലല്ലോ. അതിനല്ലേ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഒക്കെ പുറകെ പോകുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സമാധാനം തരുന്ന മാർഗമാണ് സുവിശേഷം. ഇത് ആര് കേൾക്കണം? എല്ലാവരും കേൾക്കണം. കേട്ടാൽ ഒത്തിരി ഗുണമുണ്ട്, കേട്ടാൽ ഒത്തിരി ഗുണങ്ങളാണ്. ദൈവത്തിന്റെ മഹത്വം. ആ ഭാഗത്തേക്ക് എല്ലാം ഒന്നും ഇപ്പൊ പോകുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. സുവിശേഷം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഇരുട്ട് നീങ്ങിപ്പോകും. ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ഒക്കെന്നെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരാം. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തണമല്ലോ. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, യൂദ ചത്തുപോയി. യേശു അന്ത്യകൽപ്പന കൊടുത്ത സ്വർഗത്തിലേക്കും പോയി. ആ പോകുന്ന പോക്കിൽ ശിഷ്യന്മാരിങ്ങനെ നോക്കി നിൽക്കുക. യേശു മേളിലോട്ട് പോകുന്നത്. എന്തോ നല്ല അന്തരീക്ഷം, അതൊക്കെ കണ്ടത് തന്നെ വലിയ ഭാഗ്യം. മേളിലോട്ട് ഇങ്ങനെ പോകുമ്പോ കണ്ണ് വെട്ടിക്കാതെ ഇമ വെട്ടിക്കാതെ ശിഷ്യന്മാര് നോക്കി നിൽക്കുക. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു മേഘം വന്ന് മൂടി അവിടുത്തെ മറച്ചു. അവിടുന്ന് അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞിട്ടും കണ്ണ് വെട്ടിക്കാതെ നോക്കി നിൽക്കുക. അപ്പൊ 2 ദൂതന്മാര് വെള്ളവസ്ത്രം ധരിച്ചെന്ന്. വെള്ളവസ്ത്രത്തിന് പ്രാധാന്യം ഉള്ളത് കൊണ്ട് അങ്ങനെ. പിന്നെ തുണി കൊടുത്ത 2 ദൂതന്മാരെന്ന് പറഞ്ഞാണ്. വെള്ളയ്ക്ക് പ്രാധാന്യം ഇല്ലെങ്കിലേ മനസ്സിലായില്ലേ? തുണി കൊടുത്ത 2 ദൂതന്മാര്
അങ്ങനെ പറഞ്ഞല്ലേ, വെള്ള വസ്ത്രം ധരിച്ചു, അങ്ങനല്ലേ വായിച്ചേ ലവ്ലിമാമേ? അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ആ വെള്ളവസ്ത്രം ധരിച്ച നല്ല നന്നായിട്ട് വായിക്കുന്നുണ്ട്. എവിടെ വീട്? പാഷയുടെ ഭാര്യ വല്ലതും വന്നു ആകേണ്ടതായിരുന്നു. ചായനുമായിട്ട് ഇനി അലോഗ്യം ഉണ്ടാക്കരുത്. ആ അല്ല, വന്നിട്ടുണ്ടോ കക്ഷി? പുള്ളി ശല്യമില്ല, അതുകൊണ്ടാണല്ലോ ഇരുത്തി വായിപ്പിക്കുന്നത്. ദൈവം അനുകരിക്കട്ടെ. ഇങ്ങനെ തന്നെ കിട്ടിയത് നന്നായി. വായിച്ചോ വായിച്ചോ വായിച്ചോ. അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച വെള്ള വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ. അപ്പൊ വെള്ളയ്ക്ക് പ്രാധാന്യം ഉള്ളത് കൊണ്ടാ. എന്തുവാ നിങ്ങൾ രണ്ടുകൂടെ പറഞ്ഞേ? എന്തോ പറഞ്ഞു? അമ്മ പറഞ്ഞല്ലോ, പറയാൻ പറ്റുന്ന അല്ലല്ലോ എല്ലാരും. അതാ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ. വെള്ളയ്ക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ എഴുതിയേക്കുന്നത്. ഞാൻ ദൈവമക്കളോടൊക്കെ കർക്കശമായി പറയും, നിങ്ങളാരും ഇഷ്ടപ്പെടുകയല്ല, എനിക്കാരും ഇഷ്ടപ്പെടുന്നതൊന്നും എനിക്ക് വിഷയമല്ല. കുറഞ്ഞ പക്ഷം സഭായുഗത്തിനെങ്കിലും വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നത് ആ യോഗ്യത. കുറഞ്ഞ പക്ഷം സഭായുഗത്തിനെങ്കിലും. അതിന് പല കാര്യമുണ്ട്. ഇപ്പൊ എല്ലാം അതല്ലല്ലോ വിഷയം. വെളിപ്പാട് പുസ്തകം മുഴുവൻ പഠിച്ചാൽ വെള്ള നിലയെങ്കി ധരിച്ച്, സിംഹാസനത്തിരിക്കുന്നത് വെള്ള നിലയെങ്കി ധരിച്ചു. ഇവരെല്ലാം എവിടെ നിന്ന് കയറി വരുന്നു? കയ്യ കുരുത്തോല് വെള്ള നിലയെങ്കി. ജയിക്കുന്നവന് വെള്ള ഉടുപ്പ് കൊടുക്കും. അവർ യോഗ്യന്മാരാകാൻ വെള്ള ധരിച്ച് എത്ര വാക്യങ്ങളാ കിടക്കുന്നത്. മാത്രമാണോ അവിടുന്ന് ആ മലയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭൂമിയിൽ ഒരലക്കുകാരനും അലക്ക് വെളുപ്പിക്കാൻ കഴിയാത്തതുപോലെ? സ്തോത്രം. മാത്രം ഒത്തിരി വാക്യങ്ങളുണ്ട്, ഒത്തിരി ഉണ്ട്. ഇനിയും മഹത്വ പ്രത്യക്ഷതയിൽ ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളക്കുതിരപ്പുറത്താ വരുന്നത്. അത് കൂടെയുള്ളവരും വെള്ളക്കുതിരപ്പുറത്താ. മൊത്തം വെള്ളയാ. ഒന്ന് വായിച്ചോ, 19-14 വെളിപ്പാട്. അതിനോട് ചേർത്ത് വായിക്കേണ്ടത് വെളിപ്പാട് 1:7, വെളിപ്പാട് 19:17, തിമോഥെയോസിന്റെ തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 13 എല്ലാം കൂടെ ചേർത്ത് വായിക്കണം. എല്ലാം വായിക്കാൻ നേരമില്ല. 19-11 വായിക്കും വെളിപ്പാട്. സ്വർഗത്തിലെ സൈന്യം, സ്വർഗത്തില് കണ്ണിക തുടങ്ങുന്ന മുതൽ 1000 അനന്തര സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. വെള്ളക്കുതിര. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം, അത് ഓർത്തപ്പെടാം. ഇത് വായിച്ചോ. വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേര്. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. പിന്നെ അവന്റെ കണ്ണ് അഗ്നിജ്വാല. പിന്നെ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. അപ്പൊ ഇതാരാ? ആ ഒരൊറ്റ പദം മതി തെളിയാൻ. അവന് ദൈവവചനം എന്ന് അത്ര ഉള്ളു. തെളിഞ്ഞല്ലോ. ആണെങ്കിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ഈ വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന, ഒന്നുകൂടെ വായിച്ചേ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നുണ്ട്, ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു. അതിന്മേൽ തെളിഞ്ഞല്ലോ, വിശ്വസ്തനും. വെളിപ്പാട് 3:14 വായിച്ചേ. 3:14 ഇത് മറക്കാതെ കണ്ട് വായിക്കണം. വെളിപ്പാട് 3:14. ലവോദിക്കയുടെ സഭയുടെ ദൂതൻ എഴുതുക. പിന്നെ വിശ്വസ്തനും സത്യവാനുമായി സാക്ഷിയായ ആമേൻ എന്നുള്ള അരുളി ചെയ്യുന്നു. അപ്പൊ ഇത് തന്നെ 19:11 പറഞ്ഞിരിക്കുന്നത്. ഇനിയും 19:11 താഴോട്ട് വായിക്കാം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടൊരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. പിന്നെ അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. പിന്നെ അവന്റെ കണ്ണ് അഗ്നിജ്വാല. അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്. അടുത്തത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അടുത്തത് അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ. ഇത് നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു. അവിടുത്തെ മഹത്വ പ്രത്യക്ഷത. അടുത്ത പാദം
സ്വർഗത്തിലെ സൈന്യം ദൂതന്മാരല്ല, ദൂതന്മാരെന്ന സൈന്യമെന്ന് പ്രയോഗമുണ്ടെന്നേ ഉള്ളൂ. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം കൊടുക്കുമെന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാര് സ്വർഗത്തിൽ ചെന്ന് ന്യായവിധി കഴിഞ്ഞ് പ്രതിഫലം വാങ്ങി, പ്രതിഫലത്തിന്റെ കൂടെ വസ്ത്രങ്ങൾ കിട്ടും, കല്യാണ വസ്ത്രമൊക്കെ ഉണ്ടല്ലോ, വസ്ത്രം കിട്ടും. അതെല്ലാം ധരിച്ച് ഇങ്ങോട്ട് വരുന്ന വരവാ ഈ കാണുന്നത്. ദൈവത്തിന് മഹത്വം. വിശേഷ വസ്ത്രം. പിന്നെ വെള്ളക്കുതിരപ്പുറത്ത് കയറി മൊത്തം വെള്ളയാ. അവനെ അനുഗമിച്ചു. ഇനിയോട്ട് എല്ലാ കുതിരയും എല്ലാ വെള്ളയും നല്ലതല്ല കേട്ടോ. വെള്ളയൊക്കെ കൊടുത്തോണ്ട് വേറെയും കക്ഷികളുണ്ട്, അതെല്ലാം ഒറ്റ കാറ്റഗറി പെടുത്തരുത്. ഈ വെള്ളക്കുതിരയെ കണ്ടോണ്ട് ഇളകരുത്. വേറെ വെള്ളക്കുതിരയുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. വായിച്ചേ 6:1 വെളിപ്പാട് 6-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ 7 മുദ്രയാണല്ലോ മൊത്തത്തിലുള്ളത്. ആ പുസ്തകം വാങ്ങുവാനും പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിക്കുവാൻ യോഗ്യനാരെന്നുള്ളത് ആമേൻ വെളിപ്പാട് പുസ്തകത്തിൽ ചോദിച്ചു. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായം വചനം പഠിക്കുന്നവർക്കറിയാം. 4-5 അധ്യായം സ്വർഗത്തിലെ ആരാധനയാ. വെളിപ്പാട് 4-5 സ്വർഗത്തിലെ ആരാധനയാ. ഇങ്ങനെ പഠിക്കണം. 4-ാം അധ്യായത്തിൽ സ്രഷ്ടാവാകുന്ന ദൈവത്തെ ആരാധിക്കുന്നു. 5-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പുകാരനാകുന്ന യേശുവിനെ ആരാധിക്കുന്നു. 4:11 വായിച്ചേ ആദ്യം. കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ സ്രഷ്ടാവാകുന്ന ദൈവത്തിനെ ആരാധിക്കുന്നു. സൃഷ്ടിയെ ആരാധിക്കേണ്ടത് സ്രഷ്ടാവിനെയാ. മൃഗത്തെ ആരാധിക്കരുത്, മനുഷ്യനെ ആരാധിക്കരുത്, ജലജീവികളെയും കരജീവികളെയും ഇഴജാതികളെയും പറവജാതികളെയും ഒന്നും ആരാധിക്കരുത്. അവൻ ദൂതനെ ആരാധിക്കരുത്, പ്രകൃതിയെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, കല്ലിനെ മരത്തിനെ ഒന്നും ആരാധിക്കരുത്, ഈ കാണുന്ന ഒന്നിനെ ആരാധിക്കരുത്. അവൻ ഉപദേശമാരെ ആരാധിക്കരുത്, സെൻട്രൽ പാസ്റ്റർമാരെ ബഹുമാനിച്ചാൽ മതി. ആരാധിക്കരുത്. സഭയുടെ നേതാവിനെ ആരാധിക്കരുത്, പോപ്പിനെ ആരാധിക്കരുത്, മെത്രാനെ ആരാധിക്കരുത്, ഐമേനിയൻ തിരുമേനിയൻ ചെമ്മാച്ചനെ അച്ഛനെ കൊച്ചനെ കൊച്ചച്ഛനെയും ഒരുതരെ ആരാധിക്കരുത്. ആരാധിക്കേണ്ടത് ദൈവത്തെയാ. സർവശക്തനായ ദൈവം, അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഒന്നുകൂടെ വായിച്ചേ. 4:11 4:11 വായിരേ. കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ ദൈവത്തിന് മഹത്വം. ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞു. നീ മാത്രമാണ് യോഗ്യൻ. 4-ാം അധ്യായത്തിൽ സൃഷ്ടിതാവാകുന്ന ദൈവത്തെ ആരാധിക്കുന്നു. 5-ാം അധ്യായത്തിൽ പുത്രനെ ആരാധിക്കുക. 5:9 വായിര്. 5:9 പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാൻ നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു അവിടുത്തെ രക്തം കൊണ്ട് സർവഗോത്രത്തിൽ നിന്നും പിന്നെ വിലക്ക് ദൈവത്തിനായി വിലക്കുവാൻ. ഇനി 12 കൂടെ ചേർത്തൊന്ന് വായിച്ചോ. 5:12 അവര് ചുമ്മാ വായും പൂട്ടിയിരിക്കല, അത്യുച്ചത്തിലാണ്. കുഞ്ഞാട് കയ്യും കെട്ടി വായും പൂട്ടി ഞാനേ പാസ്റ്റർ സെൻട്രൽ പാസ്റ്റർ DP ഇവരുടെ കാര്യമല്ല. ഇവരെ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാ. ഞാൻ ഓവർസീർ സൂപ്രണ്ടാ, IPCയുടെ പ്രസിഡന്റാ, അസംബ്ലീസ് കോഡിന്റെ സൂപ്രണ്ടാ, ഞാൻ അനീഷ് കാവാലമാ കുന്തം. ഏടാ ദൈവത്തെ ആരാധിക്കണം. ഞാൻ ഇവിടുത്തെ വലിയ ധനാഢ്യനാ, ഞാൻ വലിയ ഇതൊന്നും ദൈവസന്നിധി ചെലവാകത്തില്ല. അവൻ ചെറിയവനും വലിയവനും ഒരുപോലെ ദൈവത്തെ ആരാധിക്കണം. ആരാധനക്ക് യോഗ്യൻ നമ്മുടെ ദൈവമാ. കുഞ്ഞാട് നീ യോഗ്യൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീയാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അതിനാ യോഗ്യൻ. ഒന്ന് അവിടെ അറുക്കപ്പെട്ടു, അതുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യൻ. അറുക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എത്തുള്ളൂ. അറുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ രക്തം വീഴുകല്ലേ. അപ്പൊ പരിശുദ്ധ രക്തം ചൊരിഞ്ഞു. ഇവിടെ വന്ന മത നേതാക്കന്മാരും സാമുദായിക നേതാക്കന്മാരും സകല പുള്ളിക്കാരും സ്തോത്രം അവരവരും മരിച്ചു പോയെന്നല്ലാതെ മനുഷ്യവർഗത്തിന് വേണ്ടി രക്തം കൊടുത്ത ഒരുവനേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു. അതുകൊണ്ട് അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യൻ. കുഞ്ഞാട് നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. ദൈവം മാത്രമല്ല വീണ്ടെടുത്തിരിക്കുക. ഞാൻ ആ ഭാഗത്തേക്കെല്ലാം പോകുന്നില്ല. നിങ്ങൾക്ക് വചനത്തിലൊക്കെ തിട്ടമുള്ളവരാ. കർത്താവിന് അപ്പൊ 4-ാം അധ്യായത്തിൽ സൃഷ്ടിതാവാകുന്ന ദൈവത്തെ ആരാധിക്കുന്നു. 5-ാം അധ്യായത്തിൽ കുഞ്ഞാടിനെ ദൈവകുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദം
ശബ്ദമത് ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന്. ജയമെതു തോർന്നാം തുതിച്ചിടുമോ അതിനു യോഗ്യപുത്രേ. ജയമെതു തോർന്നാം തുതിച്ചിടുമോ അതിനു യോഗ്യൻ ക്രിസ്തുപുത്രേ. മാധുരരാഗമഗീതങ്ങളാലെ അവനെ പുകഴ്ത്തിയിടാം. മാധുരരാഗമഗീതങ്ങളാലെ അവനെ പുകഴ്ത്തിയിടാം. മറന്നു പോകരുത്, വന്ന വിഷയം, വന്ന വഴി മറക്കരുത്. 19-ാം അധ്യായത്തിൽ വെള്ളക്കുതിരപ്പുറത്ത് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നു. സ്വർഗത്തിലെ സൈന്യം വിശുദ്ധന്മാരാ, അവരും വെള്ളയൊക്കെ ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് ഒന്നിച്ചു വരുന്നു. കാണുന്ന വെള്ളക്കുതിരയല്ല യേശുവാന്ന് ധരിക്കരുതെന്ന് പറയാനാ ഈ വന്നത്. 4-ാം അധ്യായം സത്യപിതാവിനെ ആരാധിക്കുന്നു, 5-ാം അധ്യായം യേശു കർത്താവിനെ ആരാധിക്കുന്നു. അപ്പൊ 7 മുദ്ര, ആ മുദ്ര പൊട്ടിക്കുവാൻ ആരേലും ഉണ്ടോ എന്ന് ചോദിച്ചു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു, ഇരിക്കുന്നവന്റെ അകയിൽ ഒരു പുസ്തകം, 7 മുദ്രയാൽ മുദ്രകിടപ്പെട്ട പുസ്തകം. പുസ്തകം വാങ്ങുവാനും പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിക്കാൻ ആരേലും ഉണ്ടോ എന്ന് ചോദിച്ചു. ആരുമില്ല. അപ്പോൾ യോഹന്നാൻ കരഞ്ഞപ്പോൾ ഊപ്പന്മാരൊരുത്തം പറഞ്ഞ് കരയണ്ട, യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യൻ. ആ കുഞ്ഞാട് വന്ന് പുസ്തകം വാങ്ങി മുദ്ര പൊട്ടിച്ചു. 1-ാമത്തെ മുദ്ര 6-1 വൈര്. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ, കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. പിന്നെ അടുത്തത്, അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. വേണ്ടൊരു വെള്ളക്കുതിര. അപ്പോൾ ഒരു വെള്ളക്കുതിരയെ കണ്ടു. ഞാനടുത്ത അമ്മാമ്മ കുതിരയെ കണ്ട് ആകെ പരിവക്കേടായെന്ന് വായിച്ചു. ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്റെ മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. ഇരുന്നോട്ടെ. പിന്നെ അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഇത് യേശുവാന്നും പറഞ്ഞ് കുതിരനെയും അതിന്റെ പുറത്തിരിക്കുന്നതിനെ എന്റെ ദൈവമെന്ന് കയറി വിളിക്കരുത്. അത് മറ്റവനാ, ദൈവത്തിന്. അതുകൊണ്ട് കാണുന്ന വെള്ളക്കുതിരയും കുതിരയുടെ പുറത്തിരിക്കുന്നവനല്ല. കുതിരയുടെ പുറത്ത് അവിടെ ഇരുന്നോട്ടെ, നമ്മളൊന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യുന്നില്ലല്ലോ. ആർക്കും ശല്യമില്ലാതെ ഒന്നും പിടികിട്ടുന്നില്ല. ദൈവത്തിന് ഭാഗത്ത്. അപ്പൊ ഈ 19-ാം അധ്യായത്തിൽ വെള്ളക്കുതിര പുറത്ത് ഇരിക്കുന്നവന് സ്തോത്രം, നസ്രയനാകുന്ന യേശു. ദൈവത്തിന് മഹത്വം. അവിടെ നമുക്ക് ആ ഭാഗം വിട്ടേക്കാൻ, വെറുതെ എന്തിനാ ഒരു അലോഗ്യം ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ യൂദ ചത്തു. യേശു അന്ത്യകൽപ്പന കൊടുത്തേച്ച് സ്വർഗത്തിലേക്ക് പോയി. ശിഷ്യന്മാര് നോക്കുന്നപ്പം വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ, ദൂതന്മാരാണ്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ദൈവത്തിന് നോക്കി നിൽക്കുക. ഞാൻ ഈ ഭാഗമൊക്കെ പ്രസംഗിക്കുമ്പോ എപ്പോഴും പറയുന്നതാ, മേളോട്ട് പോയ ആ കാഴ്ച ശൗമേൽ സാറ് കണ്ടതുപോലെ എഴുതി വെച്ചേക്കുന്നത്. ഏതാ? TK ശൗമേൽ സാറ് എലന്തൂര്. എനിക്കൊന്ന് പുള്ളിയും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു. അത് കണ്ടതുപോലെ പുള്ളി എഴുതി വെച്ചിരിക്കുക. ഒല്ലി വന്നോതും മലങ്ങിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ഒലി വന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ചരണമുയർന്നു ഗഗനേഗതനായി കാതനരികിലമർന്നുതാ. ചരണമുയർന്നു ഗഗനേഗതനായി കാതനരികിലമർന്നുതാ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാനീസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ. ഇത്ര മകാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ?
മതിയാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി. ശിഷ്യന്മാരെ ഒന്നിച്ചു കൂടി കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക, യെരൂശലേം വിട്ടുപോകാതെ. അങ്ങനെ ഇവര് കാത്തിരുന്നപ്പോൾ അപ്പോസ്തലന്മാര് പറഞ്ഞൊരു കാര്യം ചെയ്യേ, ഏതായാലും നമ്മളിരിക്കുക, ഒരുത്തൻ പരുവക്കാരായി പോയി, എനിക്കൊന്നാരും ചവടക്കിന് പോയില്ലെന്ന അടക്കാനൊന്നും കാണുക, എല്ലാവർക്കും എല്ലാം കുറിച്ച്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവനെ പോയെങ്കിലും നമുക്ക് വേറൊരു തന്നെ എടുക്കണം. 12-ാം തീയതി അതിന്റെ കോടം തികയെന്നെ, അപ്പൊ ഒരുത്തനെ എടുക്കണം. അപ്പൊ അപ്പോസ്തലന്മാരെല്ലാം കൂടെ കൂടി, അയ്യോ അങ്ങനെ എടുക്കാൻ നമുക്ക് പറ്റുമോ? എടുക്കാൻ അങ്ങനെ വലിയ വ്യവസ്ഥയുണ്ടോ? അപ്പൊ പത്രോസിയാട് പിന്നെ പത്രോസി വാക്യമുണ്ടെന്ന് പറഞ്ഞെടുക്കാൻ. ഒരാൾ ചോദിച്ചെന്നാ പറയുന്നത്, ഈ ജൂമച്ചനോട് ചോദിച്ചെന്നാ പറയുന്നത്. അപ്പൊ എല്ലാ ജാതിക്കാരെയും പറ്റി വേറെ പുസ്തകത്തിൽ വാക്യമുണ്ട്. ഉണ്ട്, ആശാരി ഉണ്ട്, കൊല്ലൻ ഉണ്ട്, തട്ടാൻ ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, ജാതികള് ഉണ്ട്, പിന്നെ അമോന്യര്, ക്രിസ്ത്യര്, അറബിയര്, ഹിർഗ്യര്, ഹിർഗേഷി, അർവാനി, അമാദി, ഒത്തിരി ഉണ്ട്. അപ്പൊ ചോദിച്ചു, ഞങ്ങള് ഈഴവരെ പറ്റി വാക്യം ഉണ്ടോ എന്ന്. ഈഴവരെ പറ്റി ഒരു കുസൃതി ചോദ്യം. പുള്ളി പറഞ്ഞു, നിങ്ങളെ പറ്റി വാക്യം ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതാന്ന് ചോദിച്ചു. അത് ഇന്നതാന്ന് പറഞ്ഞു. അത് ഞാൻ മൈക്കിൽ കൂടി ഇപ്പൊ പറഞ്ഞു. നിങ്ങളെ പറ്റി സങ്കീർത്തനത്തിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓഫാക്കിയിട്ട് ഇവിടെ പറയാം. അവര് എന്തുവാണ് അത് ഒരാളും പിന്നെ പറഞ്ഞു തരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്തെല്ലാം ഉണ്ട്. പിന്നെ ഒരുത്തൻ ചോദിച്ചു, അപ്പച്ച ബാത്റൂമിൽ പോകാൻ ഭാഗ്യം ഉണ്ടോ എന്ന്. ഉണ്ടടാ, ഭാര്യയും കൂടെ വേണമെന്ന് പറഞ്ഞു. ഏതിന് ഭാഗ്യവേദന ഇല്ലാത്ത ഒരുത്തൻ ചോദിച്ചു, തൂങ്ങിച്ചെത്താൻ ഭാഗ്യമുണ്ട്. പിന്നെ ഉണ്ട്, പക്ഷെ ഒരു കാര്യം എല്ലാം ക്രമീകരിച്ചേച്ച് വേണം പോയി. പിന്നെ ഗീതോബലന്റെ ആലോചന നടന്നില്ലെന്ന് കണ്ടപ്പോൾ വീട്ടിൽ ചെന്ന് വീട്ടുകാര്യമെല്ലാം ക്രമപ്പെടുത്തിയിട്ട് കെട്ടിയാന്ന് അതിന് തൂങ്ങിച്ചാകാൻ വരെ എന്നത്തിനാ ഇല്ലാത്ത വാ. അപ്പൊ അപ്പോസ്തലന്മാർ ഒന്നിച്ചു കൂടിയപ്പോ ചോദിച്ചു, പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനുണ്ടായിരുന്നു, അവനെ നാശകനായിരുന്നു, വഞ്ചകൻ, അവൻ ഒറ്റിക്കൊടുത്ത്, കരുണയില്ലാത്തവൻ കാശിന് വേണ്ടി നമ്മുടെ അരുമനാഥന് ഒറ്റിക്കൊടുത്തിട്ട് കാശും അവന് ഗുണം വന്നില്ല. അതുകൊണ്ട് നിലം വാങ്ങി, അതും ഗുണം വന്നില്ല. അവനതെടുത്ത് പള്ളിക്ക് എറിഞ്ഞു കൊടുത്തു. അവൻ പള്ളിയിലോട്ട് എറിഞ്ഞു. പള്ളിക്കാർക്കും അത് വേണ്ട. അവൻ ഇവൻ പോയി കെട്ടിയാന്ന് കേത്തു, തൂങ്ങിച്ച താഴെ വീണ്, അത് ഒത്തില്ല, ഉടലും എല്ലാം തുറച്ചും അവൻ നാശം പിടിച്ചവൻ പോയി. ഇങ്ങനൊരു പദമുണ്ട്, അവന്റെ സ്ഥലത്തേക്ക് പോയെന്നാണ്. അവൻ പ്രത്യേക സ്ഥലത്തിൽ പോയെന്നാണ്, അവിടെ നിൽക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നമുക്ക് ആ സ്ഥാനത്തേക്ക് ഒരുത്തനെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അപ്പോസ്തലന്മാർ ഒന്നിച്ചു കൂടി വെച്ച് പറഞ്ഞു, അങ്ങനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് വ്യവസ്ഥയുണ്ടോ? സങ്കീർത്തനത്തിന് പ്രാധാന്യമുണ്ടെന്നായി പറഞ്ഞു വരുന്നേ. അപ്പോൾ വചനം പഠിച്ച അവന് വചനം അറിയാൻ തിരുവെടുത്തിനെ ശോധന ചെയ്ത അപ്പോസ്തലൻ എഴുന്നേറ്റ് പറഞ്ഞു, ഉണ്ട്, അവന്റെ സ്ഥാനം മറ്റൊരുത്തനേക്കട്ടെ എന്ന് സങ്കീർത്തന പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞു. വായിച്ചോ അമ്മാമ്മ വായിച്ചോ. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 12 മുതൽ വായിച്ചു. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള പിന്നെ ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങി. ഇവരെല്ലാം കൂടെ യെരൂശലേമിൽ മടങ്ങുവന്ന് പാർത്ത മാളിക മുറിയിൽ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവര് ആരൊക്കെ കൂടി വന്നത് 15 മുതൽ 12 മുതൽ വായിച്ചു. ആരൊക്കെ ഉണ്ടെന്ന് അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. ഓടിച്ചു വായിരേ. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, അൽഫായി തനയൻ യാക്കോബും
യാക്കോബിൻ പ്രാതാവാകും യൂദ കറിയോത്തും. എരിവുകാരനായ ശിമോൻ, പിന്നെ യാക്കോബിന്റെ മകനായ യൂദ. പിന്നെ ഇവരെല്ലാവരും പിന്നെ യേശുവിന്റെ അമ്മയായ മറിയോടും അമ്മച്ചി ഉണ്ടായിരുന്നു. പിന്നെ അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു. ഇങ്ങനെ ഇവര് പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെഴുന്നേറ്റ് കാര്യമെല്ലാം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, മറ്റവൻ പോയി സ്ഥാനത്തേക്ക് ഒരുത്തനെ തിരഞ്ഞെടുക്കണം. ഇനി അതിന്റെ 18-ാം വാക്യം മുതൽ വായിര്. അവൻ അനീതിയുടെ കൂലി കൊണ്ട്, യൂദായുടെ കാര്യം, അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലവും മേടിച്ച് തലകീഴായി വീണ്. അയ്യോ, ഒരു കാര്യം ഇടയ്ക്ക്, അനീതിയുടെ കൂലി കൊണ്ട് നീ ഒന്നും മേടിക്കരുത്. ഉണ്ടാക്കിയ നിനക്കും ശുഭമാകുകയില്ല, നിന്റെ സന്തതിക്കും ശുഭമാകുകയില്ല. ഒടുവിൽ വേവിച്ച നീ തൂങ്ങിച്ചാ നോക്കിയാ കയറും പൊട്ടും. നിന്റെ ചെറുകുടലും മൺകുടലും ആമാശുവും പിത്താശുവും എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാൻ മേല. അടിച്ച് ദൈവം തകർക്കും. നീതിക്ക് നിരക്കാത്ത 1 രൂപ നിന്റെ കയ്യിലോ നിന്റെ കൂടാരത്തിലോ നിന്റെ അക്കൗണ്ടിലോ വന്നാൽ, വരാൻ പാടില്ല, വന്നാൽ ചെറുകുടല് വൻകുടലിനെ തിന്നും, വൻകുടലും ചെറുകുടലും കൂടെ കുരുങ്ങും. അയത്തിന്ന് പോകുകയല്ല. എനിക്കൂടെ ഉള്ളത് ഊതാ, നിങ്ങൾക്ക് മാത്രമല്ല. നിന്റെ കൈ വെടിപ്പായിരിക്കണം. സഹോദരങ്ങളെ ചതിച്ച് വസ്തു സമ്പാദിക്കരുത്. ചേട്ടനോ അനിയനോ എഴുത്തിക്കോ അനിയത്തിക്കോ പെങ്ങൾക്കോ കൊടുക്കാനുള്ള കൃത്യം നീ കള്ളവ്യാപാരം ഉണ്ടാക്കരുതെന്ന്. സഭാമക്കളോട് ഇതൊക്കെ എല്ലാവരോടും ഇതാ പറയുന്നേ, നിന്റെ കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും കാശ് ഇച്ചിരി കുറഞ്ഞാ മതി, കാശ് വേണ്ട. കാശിൽ നിന്നൊരു കുഴപ്പമുള്ളല്ലോ, അല്ലാതെ കുഴപ്പം വരികയല്ലോ. ചിലപ്പം പറയുമായിരിക്കും, ഇത്രയും വർഷം ശുശ്രൂഷ ചെയ്തിട്ട് ഒന്നും സമ്പാദിച്ചില്ല, അതല്ലേ ഉള്ളൂ. അടിച്ചു മാറ്റിയെന്നാരും പറയുമല്ലോ, അതാ നല്ലത്. കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. ദൈവത്തിന് മഹത്വം. അനീതിയുടെ കൂലി ഇവൻ മറ്റുള്ളവന് ഒറ്റിക്കൊടുത്ത് ചതിച്ച് വഞ്ചിച്ച് കാലുവാരി കുതുകാലി വെട്ടി ടോർപ്പുട വെച്ച് പാര പണിത്. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ചോദിച്ചാനൊക്കെ മനസ്സിലാകുന്നില്ലേ? എത്ര കേസുകള് ബാധിച്ചു നിൽക്കും. ശാശ 21 ഇരുന്നാലൊന്നും പോകുകയല്ല. 7 കഠിനമിരിക്കുന്ന പറഞ്ഞത്. എന്തിനാ നീ കഞ്ഞിയും വെള്ളം കുടിക്കാതിരിക്കുന്നു? ഇരുമ്പോലൊക്കെ വിഴുങ്ങിയേച്ച് കൈവടിപ്പായിരിക്കണം. ഇവൻ അനീതിയുടെ കൂലി കൊതി. എല്ലാം വായിക്കാൻ നേരമില്ല, ഞാൻ അടങ്ങുക. വായില് അമ്മ വായി. അവന് അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് വസ്തുവൊക്കെ മേടിച്ച്. നമ്മൾ പറയും, അയ്യോ ഈയിടെ പുള്ളി എഴുതിയെന്ന്. എങ്ങനെ എഴുതിയത്? റബ്ബർത്തോട്ടം മേടിച്ചു കേട്ടോ. ആണോ? ദൈവം അനുഗ്രഹിച്ച മിക്കവാറും പുതിയ വണ്ടി എടുത്തു കേട്ടോ. പുതിയ വീടുമൊക്കെ ഒന്നുകൂടെ പുതുക്കി. എപ്പോ ചെന്നാലും മുറ്റത്ത് ഒടുവിൽ ഇവൻ ഓടും. ഓടിയിട്ടേച്ചല്ല. നിനക്ക് ഓടിയില്ലെങ്കിലും ചിലപ്പോ ലാംബട്ര ആയിരിക്കും. പണ്ടാ ലാംബട്ര. ശബ്ദമൊക്കെ വല്ലാതെ, എന്നാലും കുഴപ്പമില്ല, അതിൽ പോയാൽ മതി. നല്ല സമാധാനം ഉണ്ടല്ലോ. ഓടിക്കാതിരുന്ന അവരാജൻ വെപ്രാളം കയറിയിരിക്കുക. അനീതിയുടെ കൂലി. അവൻ അനീതിയുടെ കൂലി കൊതിച്ച് ഒരു നിലം മേടിച്ചു. ആണ്ടടക്കുന്ന സ്തോത്രം. നേരം ചൊവ്വനും വീഴാൻ പോലും
പണ്ടൊരച്ചാനുണ്ടെന്ന് പറമുണ്ടയാണ് വെടിയുണ്ടയാണ് വെടിയുണ്ടയാണ് തീയുണ്ടയാന്ന് പറഞ്ഞ് എടുത്തിയാടി പുള്ളി ഇതുപോലെ തന്നെ. അത് പിന്നെ ഞാൻ പറയാം, ഇതുവായത് തലകീഴായി വീണ് നടുവേ പിളർന്ന് അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. കുടലെല്ലാം തുറിച്ചു പോയി. അത് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരും ഇവൻ ഒറ്റിക്കൊടുത്തപ്പോൾ എല്ലാരും പറഞ്ഞു, ബ്രദറെ കൊള്ളാം കേട്ടോ. അത് എവിടാ ബ്രദറിന്റെ വീട്? എന്റെ വീട് ഇസ്കറിയോത്ത്. ഓ, പേര് ഒരു ഇംഗ്ലീഷ് തെറ്റിയോ? ഉടനെ ഇവൻ പറഞ്ഞു, ഞാൻ പുള്ളിയുടെ കൂടെ 3.5 കൊല്ലം, എനിക്കറിയാം മുഴുവൻ കേസും പുള്ളിയുടെ മുഴുവൻ കേസും. പിന്നെ പുള്ളി മറിയയുടെ വീട്ടിൽ ചെന്ന കാര്യമൊന്നും ഞാനിപ്പം പൊതുവിൽ മറിയയുടെ ഇപ്പൊ മറ്റൊരു ചോദിച്ചു, എന്നായിരുന്നു മറിയയുടെ വീട്ടിൽ പുള്ളി വൈകിട്ടൊക്കെ തങ്ങുമായിരുന്നു. അവിടെ തങ്ങിയിട്ട് എന്തേലും അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. മതി മതി മതി. അങ്ങനെ ലാലുവിനൊരു ഊറിയ ചിരി വരുന്നത് മറിയയുടെ കാര്യം പറഞ്ഞപ്പോ. ദൈവത്തിന് മഹത്വം. നീ ദൈവപുത്രനെ ആ ഒറ്റുന്നെന്ന് ഓർത്തോണം. എന്നെ ഇവരെയൊക്കെ ഒറ്റിയാൽ ദൈവം അങ്ങ് ക്ഷമിക്കും. നീ ദൈവപുത്രനെ ആ ഒറ്റുന്നെന്ന് ഓർക്കണം. ഇങ്ങനെ ഒറ്റി എല്ലാം ചെയ്തത് ഗുണം വന്നോ? ഇവനിത് ഗുണം വന്നോ? ഇപ്പം നിനക്ക് തോന്നും ഗുണം വരുമെന്ന്. നീ ഇതിന് ക്രമീകരണം വരുത്തിയില്ലെങ്കിൽ ഗുണം വരികയില്ല. ഇത് വേറെ പുസ്തകം വെച്ചോണ്ടായി പറയുന്നേ. ഇതിന് ക്രമീകരണം വരുത്തിയില്ലെങ്കിൽ ഗുണം വരികയില്ല. പോയി നീരാജനം ചെയ്യുന്ന പോലെ ഞാൻ പറയാ, ഗുണം വരികയില്ല. ഇതെവിടെ അനീതിയുടെ കൂലി കൊതിച്ച് ഇവൻ നിലം വാങ്ങി. വൈരേ അത് യെരൂശലേമിൽ പാർക്കുന്ന അല്ലമ്മേ, നിലം വാങ്ങിയെടുത്തു ഒന്നുകൂടെ പറഞ്ഞു. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തലകീഴായി വീണ് നടുവേ പിളർന്ന് അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. അടുത്തത് അത് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് എല്ലാരും അറിഞ്ഞ കേസാ. നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലനർത്ഥമുള്ള അക്കൽദാമ പേരായി. പണ്ട് സ്കൂളിൽ പഠിച്ചതല്ലയോ? 4ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. അതോടെ നിൽക്കട്ടെ, അടുത്ത വാക്യം വായിരേ. സങ്കീർത്തന പുസ്തകത്തിൽ അതാ വിഷയം. സങ്കീർത്തന പുസ്തകത്തിൽ ഇവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ. അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും. പിന്നെ അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ, അവന്റെ ഭാര്യ വിധവയായി തീരട്ടെ. അടുത്ത വാക്യം പൊതുവെ പറയാൻ എനിക്ക് പേടിയാ, പക്ഷെ എഴുതിയിരിക്കുന്നുണ്ട്, അവന്റെ മക്കൾ തെണ്ടി നടക്കട്ടെ. നീ അനീതിയുടെ കൂലി കൊണ്ട് വല്ലോ ഉണ്ടാക്കിയാൽ നിന്റെ സന്തതി തെണ്ടുവന്നായി പറഞ്ഞത്. യോടി 109 സങ്കീർത്തനത്തിന്റെ 7 മുതൽ വായിച്ചാലോ വലിയമാമ ഇപ്പോഴും സംശയം ചന്ദ്രക്ക് ഇയാളെന്തിനാ തെണ്ടുന്ന കാര്യമെല്ലാം പറയുന്നെന്ന്. വായിര് പെട്ടെന്ന് വായിച്ചു. 109 7 മുതൽ വായിച്ചു. അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനും തെളിയട്ടെ. ഉമ്മയൊക്കെ കൊടുത്ത് ഒറ്റിയതാണല്ലോ. പിന്നെ അവന്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. ഒന്നും മേളിലോട്ട് പോകുകയല്ല. ഈ ചൈത്തെല്ലാം ചെയ്ത് വെച്ചിരുന്ന് ഗ്ലോറി വിക്ടറി കാൽവറി എന്ന് പറഞ്ഞ് വടല് വെട്ടിച്ചാവല്ലോ. അടുത്ത വാക്യം വായിരേ. അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. ചുരുങ്ങിയല്ലോ, ഇനി എന്നാ ചുരുങ്ങാനാ? അവന്റെ സ്ഥാനം മറ്റൊരുത്തനേക്കട്ടെ. അവന്റെ മക്കൾ അനാഥരും അവന്റെ ഭാര്യ വിധവയുമായി തീരട്ടെ. അവന്റെ മക്കൾ അലഞ്ഞു തെണ്ടി നടക്കട്ടെ. മതിയല്ലോ, തെളിഞ്ഞല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞപ്പോ നിങ്ങളാണ് എന്നെ നോക്കുന്നത് തെണ്ടി എന്ന് പറഞ്ഞത്. അതാണ്ട് അവർ പുസ്തകത്തിൽ എഴുതിയ കാര്യമാണ്. ദൈവത്തിന് മകൻ. ഇനി വായിക്കാം അമ്മ, നമ്മുടെ വിഷയത്തിൽ വരാം. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോസ്തലപ്രവൃത്തി
അവന്റെ വാസസ്ഥലം ആ ശൂന്യമായി പോകട്ടെ, അടുത്തത് അതിൽ ആരും പാർക്കാതിരിക്കട്ടെ എന്നും പിന്നെ അവന്റെ അധ്യക്ഷ സ്ഥാനം അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ പിന്നെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ യുസ്തോസ് എന്ന് മറുപേരുള്ള ബർശബാ എന്ന യോസഫ് മത്തിയാസ് എന്നീ രണ്ടുപേരെ നിർത്തി. യോസേഫിനെ മത്തിയാസ് എന്ന് പറഞ്ഞ രണ്ടുപേരെ നിർത്തി. എന്നിട്ട് ചീട്ടിട്ടു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ചീട്ട് ആർക്കാ വീണേ? ചീട്ട് മത്തിയാസിന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് തിരഞ്ഞെടുപ്പിന്റെ രീതി. അല്ലാതെ നീ ഉള്ള നാട്ടുകാരെയെല്ലാം വിളിച്ച് ഗുണ്ടകളെ ഇറക്കി രാത്രി ഉറങ്ങിക്കിടക്കുന്നവനെയും തല്ലി എഴുന്നേപ്പിച്ച്, ഹലോ പേക്കുട്ടി ഞാനാ നിൽക്കുന്നത് എന്നാ വെച്ചാൽ ഇരിക്കേ, നീ എന്നെ ജയിപ്പിച്ച് ഓവർസീർ ആക്കിയാൽ, അല്ലെങ്കിൽ സൂപ്രണ്ട് ആക്കിയാൽ, പ്രസിഡന്റ് ആക്കിയാൽ, ടൗൺ സഭ തന്നെ നിനക്ക്. അവൻ പിന്നെ കൊടുവാളുമായിട്ട് അങ്ങ് ഇറങ്ങുക. ഒന്നും മനസ്സിലാകാരിയാന്നോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാന്നോ? സൂത്രം കാണിച്ച് ചാക്കിട്ട്, നാടൻ ഭാഷ ചാക്കിട്ട് തന്ത്രം കാണിച്ച് കാശുമൊക്കെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ വീശി സ്ഥാനമാനമൊക്കെ എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒടുവിൽ ഒരു പിടുത്തം വീടും നിന്നെ. സൂക്ഷം ദൈവം, ജീവനുള്ള ദൈവത്തിന്റെ കൈ വീഴുന്നത്. ദൈവം ഒരുവനെ ഒരു സ്ഥാനത്താക്കുമെങ്കിൽ ന്യായമാകുമ്പോൾ ദൈവം നിന്നെ അവിടെ കൊണ്ടുവരും. നിനക്ക് വിരോധമായിട്ട് ആരായുധം ഉണ്ടാക്കി ലേക്കുകയില്ല. എന്തിനാ ദൂരോട്ട് വന്ന്? ഞാൻ എന്റെ കാര്യം തന്നെ പറയാം. ഒരാൾ എന്നോട് പറഞ്ഞു, ഇനിയിപ്പം കൺവെൻഷൻ സ്റ്റേജിലൊന്നും വരികയല്ലെന്നാ. ഞാൻ പറഞ്ഞു, ദൈവം അനുവദിക്കുന്നത് വരിക തന്നെ വരാം, വേണ്ടെങ്കിൽ ദൈവം നമ്മൾ തന്നെ പറയാണ്. സ്തോത്രം. വേറൊരാൾ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോ അമേരിക്കയിൽ പോകാനൊക്കെ അല്ലല്ലോ. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, പോകാന്നേ പോകാം, അല്ലേ ഇവിടെ എങ്ങാനും ഇരിക്കുക, അല്ല ഇവിടെ ഇരുത്തുമല്ലോ. അങ്ങനെ ഒത്തിരി കാര്യം പറഞ്ഞവരുണ്ട്. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. അന്നും ഇന്നും ഇനി എന്നും എനിക്കൊരൊറ്റ ആയുധം പോയില്ല, മുട്ടയിലിരിക്കും. മറുപടി പറയാൻ പോകത്തില്ല, എതിർക്കാൻ പോകത്തില്ല, ഉതയ്ക്കാൻ പോകത്തില്ല, ഒട്ടക്കാൻ പോകത്തില്ല, കേസിന് പോകുകയല്ല. അന്ത്യം വരെ അങ്ങനെ നിൽക്കണമെന്ന പിന്നെ ഒറ്റ കാര്യം ചെയ്യും, ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർ മുടിഞ്ഞു പോകാനല്ല, ദൈവമേ അവന് നല്ല ബുദ്ധി കൊടുത്ത് അവൻ നന്നായിട്ട് തിരിച്ചു വരണം, അതിനാ പ്രാർത്ഥിക്കുന്നത്. ഇതാ നമ്മുടെ പ്രമാണം, അതാ. അപ്പൊ ഞാനൊരു കാര്യം അനുഭവത്തിൽ നിന്നും പറയാം. നിനക്ക് വിരോധമായി, എനിക്ക് വിരോധമായി, അഭിഷക്തന്മാർക്ക് വിരോധമായി ആര് തന്ത്രങ്ങൾ മെടഞ്ഞാലും അതൊന്നും ഏക്കുകയല്ലെന്ന്. ദൈവം നിന്നെ ഉയർത്തേണ്ട സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. ദൈവം നിന്നെ ആക്കേണ്ട സമയത്ത് ദൈവം നിന്നെ ആക്കും. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാ. യോസേഫ് അതല്ലേ പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ എനിക്ക് ദോഷം ഒപ്പിച്ചു, പക്ഷേ ദൈവം അതെല്ലാം കൂടെ ഗുണമാക്കി തീർത്തു. അങ്ങനല്ലേ അമ്മ വായിച്ചേ? സന്ദർഭം വന്നുകൊണ്ടങ്ങ് വായിച്ചു വിട്ടു. പ്രസംഗിക്കുന്നില്ല. 50-ാം അധ്യായത്തിലല്ലയോ, 50-ന്റെ 11 തോന്നുന്നു. പെട്ടെന്ന് വായിച്ചു. എന്റെ താളിഞ്ഞോട്ട് മറയ്ക്കുമ്പം ഇടത്ത് വശത്ത് മേളില്. പഴയ ബൈബിളിന്റെ രീതിയാണ്. താളിഞ്ഞോട്ട് മറിക്കുമ്പോൾ ഇടത്ത് വശത്ത് വലത്ത് വശത്ത്, ഇടത്തെ താളിന്റെ വലത്ത് വശത്ത്. 50 ഉള്ളല്ലോ ഇനി. പിന്നെ തന്റെ ദേശനിവാസികളായ കനാന്യർ 20-ാം വാക്യം വായിച്ചേ. ദോഷം വിചാരിച്ചു. ഒരു വാക്യം കൂടെ മേളിലോട്ട് കയറ്റി വായിക്കണം. യോസേഫ് അവരോട്, അല്ലല്ല, കണ്ണിക തുടങ്ങുന്നില്ലേ, അപ്പൻ മരിച്ചു കഴിഞ്ഞെന്ന് കേട്ടപ്പോൾ 15-ാം തോന്നല്ലയോ, 15 ആദ്യം വായിച്ചേ. യോസേഫ് അപ്പനെ അടക്കിയ ശേഷം ഇവരെല്ലാം കൂടെ അപ്പനെ കൊണ്ട് മക്ബേലായിൽ അടക്കി. അവന് സഹോദരന്മാര് അടക്കി വെച്ച് തിരിച്ചു വന്നപ്പോ, അടക്കമെല്ലാം കൂടെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ചേട്ടായിമാരെല്ലാം കൂടെ കൂടിക്കൊണ്ട് പറയുക, അപ്പൻ മരിച്ചുപോയി എന്ന് യോസഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട്, പക്ഷേ യോസഫ് നമ്മെ ദ്വേഷിച്ച് അവനോട് ചെയ്ത സകല ദോഷത്തിനും, അയ്യോ നമ്മൾ അവനോട് ഇപ്പോഴേലും ദോഷം ചെയ്തെന്ന് ബോധം വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇപ്പോഴേലും ബോധം വന്നല്ലോ, ഞാൻ ദോഷം, അത് മതി, അതാ മാനസാന്തരം.
ആ ദോഷത്തിന് പകരം നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. ഇവരങ്ങ് പറയാ പ്രതികാരം. ചെയ്യും. യോസേപ്പ് അങ്ങനെ ചെയ്യുമോ? യോസേപ്പ് ആരാ? അമ്മാമേ 49:22 വായിച്ചേ. യോസേപ്പ് ആരാ? യോസഫ് ആ ഫലപ്രദമായ ഒരു വൃക്ഷം അവൻ ചെയ്യുമോ? നീരുറവിനരികെ. മതി. യോസേപ്പ് ഫലപ്രദമായ വൃക്ഷമാ, അതുകൊണ്ട് അവൻ ചെയ്യത്തില്ല. എന്നാ ഫലമാ? ആത്മാവിന്റെ ഫലം. ആ ഫലം എങ്ങനാ? 5:22 ഗലാത്യ ലേഖനം. ആത്മാവിന്റെ ഫലമോ സ്നേഹം. റോമാലേഖനം 13 എല്ലാം പൊറുക്കുന്നു. കൊരിന്ത്യർ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിന്റെ എന്നോട് ഞാൻ കാവാലത്തൊരുക്കി ചെന്നപ്പോഴേ കടത്ത് കയറാൻ നിന്നപ്പം നമ്മുടെ ഒരു അച്ചായൻ ചർച്ച കൂടി കൂടുന്നതാ. പുള്ളി ഓടി ഇങ്ങോട്ട് വന്നിട്ട് പ്രൈസ് ദി ലോർഡ്. ഉടനെ പുള്ളി പറഞ്ഞു, നമുക്ക് ആ കൊരിന്ത്യ ലേഖനം 13 കീറാ. ഞാൻ അന്തം രാവിലെ 8:30 എങ്ങേര് വന്നത്. ഇതാ പുള്ളി പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ പ്രൈസ് ദി ലോർഡ്, നമുക്ക് കൊരിന്ത്യ ലേഖനം 13 കീറിക്കളയാം. ഞാൻ ചോദിക്കാൻ, അതിന്റെ ആവശ്യമില്ല. ഞാൻ ചോദിക്കാൻ, ഒറ്റയൊരുത്തൻ ക്ഷമിക്കുന്നുമില്ല, പൊറുക്കുന്നുമില്ല. ഒറ്റയൊരുത്തൻ ക്ഷമിക്കുന്നുമില്ല. അത് ഉപദേശമാരും ക്ഷമിക്കുന്നില്ല, വിശ്വാസിയും ക്ഷമിക്കുന്നില്ല. ഉപദേശമാരും പൊറുക്കുന്നില്ല, വിശ്വാസികളും. എന്നാ പിന്നെ നമുക്ക്, ഞാൻ പറഞ്ഞു 8:30 കീറണ്ട. ദൈവത്തിന് മഹത്വം. പ്രിയരെ, നമുക്കുള്ള പ്രമാണം ക്ഷമിക്കുക എന്നുള്ളതാണ്. പൊറുക്കണം, പകരം ചെയ്യരുത്. പകരം ചെയ്യുന്ന മാർഗമല്ലിത്. പക്ഷെ ഇവന്മാർക്ക് വെപ്രാളവാ. അപ്പച്ചൻ ചത്തു, പുള്ളി നമുക്ക് മിക്കവാറും പണി തരാൻ. കോഴി കട്ടവന്റെ തലയിലില്ലേ കോഴിയുടെ? വായിച്ചേ മാമനെ. യോസഫ് ഫലപ്രദമായ ഒരു അല്ല, വൃക്ഷം. അതൊക്കെ നമ്മൾ വിട്ടു. 15 മുതൽ വായിച്ച 50-15. അവൻ അപ്പൻ മരിച്ചുപോയി എന്ന് യോസഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട്, പക്ഷേ യോസഫ് നമ്മെ ദ്വേഷിച്ച് അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. ഇവന്മാരങ്ങ് പറയുക. അടുത്തത്, അവർ യോസഫിന്റെ അടുക്കൽ ആളയച്ചു. അപ്പം മരിക്കും മുമ്പേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു. 2 പ്രാവശ്യം സമ്മതിച്ചുള്ള ദോഷം ചെയ്തെന്ന്. അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണമെന്ന് യോസഫിനോട് പറവീനെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയും. ഇനി 20-ാം വാക്യം വായിച്ചോ. യോസേഫ് എന്നെ അതിന് പറഞ്ഞത്, നിങ്ങൾ എന്റെ നേരെ എന്റെ സഹോദരന്മാരെ, നിങ്ങളെല്ലാം കൂടെ ഏതാ? രൂബേനും ശിമിയോനും ഗാദും നഫ്താലി ആശേറും ശെബൂലൂനും എല്ലാം മിടുമിടുക്കന്മാരാ. നിങ്ങൾ ഒറ്റയൊരെണ്ണം കുറഞ്ഞ പുള്ളിക്കാരില്ല. രൂബേൻ അപ്പന്റെ ആദ്യമാ വീര്യത്തിന്റെ. അവൻ നോക്കിയാൽ എന്തെല്ലാം കാര്യം നടക്കും ഇല്ലേ? MLA പരിചയമുണ്ട്, MPA പരിചയമുണ്ട്, മന്ത്രിമാരെ പരിചയമുണ്ട്. അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. രൂപൻ. പിന്നെ ഷിമിയോനും ലേവിയും അവന്മാർക്ക് അഭ്യാസം അറിയാവുന്നില്ല. വടിവാളെടുത്ത് കടത്തനാടനും എടനാടനും എടനാടൻ ഈ ഭാഗമാ അല്ലേ? പണ്ടൊരു പഴയ നാടൻ പാട്ടുണ്ട്, ഞങ്ങളുടെ വല്യമ്മച്ചി പാടി കേട്ടിട്ടുണ്ട്. എടാ ഞാനാടാ ഞാനാ ഇടനാടനാണ്, എടാ ഞാനാടാ ഞാനാ ഇടനാടനാണ്, എടാ ഞാനാടാ ഞാനാ ഇടനാടനാണ്, ഞാനാടാ ഞാനാ ഇടനാടനാണ്. ഇപ്പൊ നിങ്ങൾ പറയാ സുവിശേഷം എല്ലാം നിർത്തി നാടൻപേട്ടാണോ? ഞാനായതുകൊണ്ട് പറയത്തില്ലെന്നാ പുള്ളി പറഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ചേ, ഒരു കാര്യം പറയാം. ഇവര് പറയുക അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ നമുക്കെതിരെ ദോഷം ചെയ്യും. പക്ഷെ യോസേഫ് എന്നെ അവരോട് മറുപടി പറഞ്ഞത് ഒന്നുകൂടെ വായിച്ചാൽ അവലിമാമ 20. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, നിങ്ങളെല്ലാം കൂടെ എനിക്കെതിരെ ദോഷം വിചാരിച്ചു. ആരാ? ഇവന്മാരെല്ലാം കൂടെ. കുറഞ്ഞ പുള്ളിക്കാരല്ല, വടിവാളെടുക്കുന്നവനാ. ശിമയോനും ലേവിയും അവന്മാര് ശേഖം പോകുമ്പോഴൊക്കെ ചെന്ന് ഒരറ്റം മുതൽ അങ്ങ് അറിയായിരുന്നു. അതുങ്ങളാണ് ആകെ പ്രാളം തല്ലിയിരിക്കുക.
അടിയിച്ച് വെട്ടി തകർത്ത് കളഞ്ഞവന്മാർ. അത്ര മിടുക്കന്മാരാ, കുറഞ്ഞ കേസുകളല്ല. പിന്നെ രൂപൻ, അവനാണ് ഒന്നും പറയാൻ വയ്യ. അവനും കുറഞ്ഞ പുള്ളി അല്ല. മറ്റവന്മാര് വടിവാളെടുക്കുന്നത് എല്ലാം ഒന്നുകൊന്നക്ക്. യഹൂദ അവനും അത്ര പുറകോട്ടല്ല. അയ്യോ, ബാലസിംഹമാന്നാ പറയുന്നത്. ഏടി ഒരു പിടി പിടിച്ചാൽ, ചുരുക്കി പറഞ്ഞ ഇവരെല്ലാം ഒന്നുകൊന്നുക്ക് മെച്ചമാണ്. ഇവരെല്ലാം കൂടെ ചേർന്ന യോസേപ്പിന് ദോഷം നിരൂപിച്ചത്. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ഹൂര്യരും അവരോട് ചേർന്ന്. ചുമ്മാ നിന്നവനും ചേർന്നു, ചുമ്മാ ഇരുന്നവനും. അപ്പൊ ഇവന്മാരെല്ലാം കൂടെ ഓർത്തത് ഇതോടെ കുഴിയിലോട്ട് ഇട്ടപ്പോൾ ഓർത്ത് ഇനിയും കയറി വരികയല്ല. അപ്പം വന്നവനെല്ലാം കല്ലെടുത്തെറിയുക. എന്റെ വക ഒരു കല്ല് കിടക്കണ്ട. അവനും വന്നവനെല്ലാം എറിഞ്ഞു. എല്ലാം യൂട്യൂബിൽ കൂടെ എറിയുന്നത്. അവനും എറിഞ്ഞു. എന്നോ പറഞ്ഞ എനിക്കൂടെ ഒരു കല്ല് തരാം, ഞാൻ കല്ലില്ലാതെ വന്ന് ഇവിടെ വന്നപ്പോഴാ എറിയ. അവനും എടുത്തൊരു മുഴുവനെണ്ണ എറിഞ്ഞ് ഊപ്പാട് വരുത്തി. പക്ഷേ അയ്യോ, ഇവനെ കൈവിടുവോ? ഇവൻ നിന്നെ കൈവിടുവോ? സ്തോത്രം. സമയമായപ്പോ അവനെ മിസ്രയീമിലെ ഒന്നാമനാക്കി വെച്ച് വിളിച്ചു പറഞ്ഞ് മൈക്കൊന്നില്ല. എന്തെയാ അല്ല, ഇപ്പോഴൊരു പുതിയ മൈക്കൊന്നില്ല, കെട്ടിത്തൂക്കിയിടുന്ന എന്നെ പറഞ്ഞാൽ തെറ്റിപ്പോയി. പെരുമ്പറ മുഴക്കി ആളിനെ തച്ചു നിർത്തിച്ച് അടിച്ചു പറഞ്ഞു, യോസേപ്പിങ്ങോട്ട് എഴുന്നള്ളി വരുമ്പോൾ മുട്ടുകുത്തുവീ. തകടയൊന്നും തള്ളയാന്നെ തുണിയായിട്ടാ മുട്ടുകുത്തിയത്. തെളിവുണ്ടെന്നാ പറഞ്ഞത് തള്ളയുടെ. ഏതാ? ഓ തന്നെ തള്ള തള്ള പറഞ്ഞ എന്റെ തെളിവുണ്ട്, ഞാൻ ഇപ്പൊ ഇറക്കുകയല്ല, ഇച്ചിരി കഴിഞ്ഞ തെളിവ്. അടുത്ത ലൈവില് തെളിവ് തരുവോളം. മതി. തള്ള തുണിയായിട്ട് പൊത്തുവന്ന് വീടില്ല. തള്ളയുടെ ഇടുക്കുന്നത് ആണുങ്ങള് ചവിട്ടാൻ. എന്നെ തള്ള നീ തുണിയായിട്ട് പമ്മിയിരിക്കുകയാണോ? അടിജീവന്റെ ഇടപാട് തീർന്നു. പക്ഷെ യോസേപ്പ് ഫലപ്രദമായ വൃക്ഷമാണ്. ഇവന്മാര് പറയാ ദോഷം. പക്ഷെ യോസേപ്പ് പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളെല്ലാം കൂടെ ചേർന്ന് എനിക്ക് വിരോധമായിട്ട് വായിരേ എന്റെ നേരെ ദോഷം വിചാരിച്ചു. എന്റെ നേരെ നിങ്ങൾ ദോഷം വിചാരിച്ചു. അടുത്തത് ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അത് ഗുണമാക്കി തീർത്തു. ഇന്ന് രാത്രി ദൈവമൈതലേ, നീ ബലപ്പെടണം. നിനക്ക് വിരോധമായിട്ടുണ്ടാക്കിയ ദോഷം മുഴുവൻ ദൈവം നിനക്ക് ഗുണമാക്കി തീർക്കും. നീ ചെയ്യേണ്ട ഒറ്റ കാര്യം, ഇന്നും പണ്ടും ഇനിയും ചെയ്യേണ്ടത് മുഴങ്കാലിൽ ഇരിക്കണം. നീ മുഴങ്കാലിൽ മേലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദോഷം മുഴുവൻ ദൈവം ഗുണമാക്കി തീർക്കും. ഇന്ന് രാത്രി മാനസിക പ്രയാസത്തോടെ, മനോവേദനയോടെ, ദുഃഖത്തോടെ ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പൈതല് ഇത് മുഴുവൻ ദൈവം ഗുണമാക്കി തീർക്കും. ദൈവം വിശ്വസ്തനാ, ദൈവം വിശ്വസ്തനാ. മുഴുവൻ ദൈവം ഗുണമാക്കി തീർക്കും. ഞാൻ ഓടിച്ചങ്ങ് നിർത്തുക ആ ഭാഗം. അങ്ങനെ ആദിമസഭ ഇവര് സഹോദരന്മാർ ഒന്നിച്ചുകൂടി 109 സങ്കീർത്തനത്തിന്റെ വെളിച്ചത്തിൽ മത്തിയാസിനെ തെരഞ്ഞെടുത്തു. അപ്പോൾ യൂദാ ഒഴിഞ്ഞുപോയ സ്ഥലത്തേക്ക് ഒരു സഹോദരനെ തെരഞ്ഞെടുക്കാൻ അടിസ്ഥാനമായിട്ട് എടുത്ത വാക്യം സങ്കീർത്തനത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സങ്കീർത്തനത്തിന് പ്രാധാന്യമുണ്ടെന്ന്. സങ്കീർത്തന പാരായണത്തിനും പ്രാധാന്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ 2-ാം സങ്കീർത്തനം 12-ാം വായിച്ചത്. ഓടിച്ചു പറയാ, ഈ 2-ാം സങ്കീർത്തനം ആരാണ് എഴുതിയത് എന്ന് അതിന്റെ തലക്കെട്ടിലില്ല. എന്നാൽ വേറെ പുസ്തകം പഠിച്ചാൽ ഈ 2-ാം സങ്കീർത്തനം എഴുതിയത് ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദാണെന്ന് തെളിയുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തല ഭാഗമുണ്ട്.
ഇത് ദാവീദായി എഴുതിയത്. കാരണം ആദിമസഭയ്ക്ക് പ്രശ്നം വന്നപ്പോൾ ഇവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ നിന്ന് മുടന്തൻ സൗഖ്യമായി. പത്രോസ് യോഹന്നാനും പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ വല്ലതും കിട്ടുമെന്ന് കരുതി ഭിക്ഷ ചോദിച്ചു. അവര് പറഞ്ഞു, വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്കില്ല, യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. ക്ഷണത്തിൽ അവനെ നരിയാണി ഉറച്ചവൻ അനങ്ങാതിരുന്നല്ല, അവൻ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവാലയത്തിൽ ചെന്നു. പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഭ്രാന്തന്മാർക്കെല്ലാം വെപ്രാളമായി. ഇതിന് കാരണക്കാരാകുന്ന പത്രോസിനെ യോഹന്നാനെ പിടിച്ച് നടുവ് നിർത്തി ശാസിച്ചു. ഈ നാമത്തിൽ മിണ്ടരുത്, ഉച്ചരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. പീഡയേറ്റ ദൈവദാസന്മാർ സഭയിൽ വന്ന് തങ്ങൾക്കുണ്ടായ പ്രശ്നത്തെ പറ്റി സഭയോട് പറഞ്ഞപ്പോൾ ആദിമസഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ഇവര് പ്രാർത്ഥിച്ചപ്പോൾ 2-ാം സങ്കീർത്തനം ഉച്ചരിച്ച് പ്രാർത്ഥിച്ചു. അറിയാമല്ലോ, വായിച്ചേ 4:23 മുതല്. ആ പ്രവാചകന്റെ വാക്കുകൾ അപ്പോസ്തല പ്രവൃത്തി 4:23 മുതല്. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ലധികം വയസ്സുള്ളവനായിരുന്നു. 4:23 ആണോ? വിട്ടയച്ച ശേഷം അതേതാ? അപ്പൊ മറ്റേതോ? ആ കുഴപ്പമില്ല, ഇതുമായിരുന്നു. ഇതാ നമുക്ക് ആവശ്യം. 4:23 ഇപ്പം വായിച്ചത്. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, അടുത്തത് ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി. ഇത് 2-ാം സങ്കീർത്തനം 1-ാം വാക്യമാ. അപ്പൊ ആദിമസഭയ്ക്ക് പീഡനം വന്നപ്പോൾ ആദിമസഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ 2-ാം സങ്കീർത്തനം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുക. ദൈവമക്കളോടൊരു കാര്യം പറയുക, പ്രതിസന്ധികളും പോരാട്ടങ്ങളും വരുമ്പോൾ ദൈവവചനം ഉരുവിട്ട് പ്രാർത്ഥിക്കണം. അതിന് തക്കനായ വാക്യങ്ങൾ വേറെ പുസ്തകത്തിലുണ്ട്, അന്വേഷിച്ച് നോക്ക്, ഇണയില്ലാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ ആ വാക്യങ്ങൾ ഉച്ചരിച്ച് ഉരുവിട്ട് സന്ദർഭോചിതമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് വിടുതൽ നിശ്ചയമാണ്. വചനത്തിന് ശക്തിയുണ്ട്. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാ. നീ ഇവിടെ ഇരുന്ന് വചനം പറയുമ്പോൾ ഈ വചനം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇത് വിട്ടയച്ച ശേഷം കൂട്ടാളികളുടെ അടുക്ക ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. ഇത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നത് എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്കുന്നതിന് വിരോധമായി ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം. അപ്പൊ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ 2-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയതാണ്. ഇനി ഓടിച്ചു പറയാ എഴുതാനുള്ള മുഖാന്തരമുണ്ട്. 2 എഴുതാൻ. ഈ ശൗല് 40 കൊല്ലം ഭരിച്ചു, ഗുണം വന്നില്ല. 2 കൊല്ലം ഒരുമാതിരി വലിയ ശല്യമില്ലാതെ പോയി. പിന്നെ പരുവക്കേടാന്നേലും പുള്ളി നൊരയും പതയും ചാടും ഇടയ്ക്കിടയ്ക്ക്. അത് പുതിയ അഭിഷേകം ഒന്നല്ല, വ്യായി കയറിയിട്ടാണ്. അന്നേരം ദാവീദ് കിന്നരം എടുത്തൊന്ന്, അന്നേരം തിരുമേനിക്ക് അല്പം അങ്ങനെ ആ തിരുമേനിക്ക് ആറ്റുവാക്കും. ചുരുക്കി പറഞ്ഞാൽ ദാവീദ് രാജാവായി. ദാവീദിന്റെ കാലത്ത് എല്ലാത്തിന്റെ ഒരു ഓർഡർ വരുന്നത്. ശൗല് ഇത് ഒന്നാമത് കൃപയൊക്കെ പോയി. പിന്നെ പുള്ളി മിക്കവാറും സുഖവാസമാണ്. കയ്യിലൊരു കുന്തമുണ്ട്. ഈ ഒരുവൻ രാജാവായാൽ അവൻ ന്യായപ്രമാണത്തിന്റെ ഒരു പകർപ്പ് കൈ വെക്കണമെന്ന്. പുള്ളിയുടെ കൈ ന്യായപ്രമാണത്തിന്റെ പകർപ്പൊന്നും ഇല്ല. പിന്നെ ആകെയുള്ളത് കുന്തമാ. ആരെ കണ്ടാലും പുള്ളി കുത്തും. ദാവീദിനെ എപ്പോ കണ്ടാലും കുത്തും. ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോ എല്ലാത്തിനും ഓണറാക്കി. ശൗലിന് സുഖലോലിപതയാ ഇഷ്ടം. അവന് വേറൊരു വാക്യമുണ്ട്, മിക്രോനിൽ മാധവനാരകത്തിന്റെ കീഴിൽ ആ 14-ാം അധ്യായത്തിന്റെ ഒന്ന് വായിച്ച്, ശമൂവേലിന്റെ 1-ാം പുസ്തകം 14-ന്റെ 1 വായിച്ചു പെട്ടെന്ന്. ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ, ശൗലിന്റെ മകനാകുന്ന യോനാഥാൻ തന്റെ ആയുധവാഹന ബാല്യക്കാരനോട് വരിക, അങ്ങോട്ട് ഫെലിസ്ത്യന്റെ പട്ടാളത്തിന് നേരെ ചെല്ലാന്ന് പറഞ്ഞെടുത്തത്. അവൻ അപ്പനോട് പറഞ്ഞില്ല താനും. അപ്പനോട് പറയാൻ അയാള് കണ്ട 10-ാം അധ്യായത്തിന്റെ 8-ാം തീയതി ശൗൽ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞെന്നാ ദുരാത്മാവ് കയറി.
18-ാം അധ്യായത്തിന്റെ 10 കാരണം വലത്തുവശത്തെ കണ്ണിക്ക് തുടങ്ങുന്നിടത്ത് 9-10 ആണെന്ന് തോന്നുന്നു. 18. പിറ്റന്നാൾ അത് തന്നെ. ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ആ ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. ഈ ആത്മാവ് പുള്ളിയെ കേറിയിരിക്കുക. അതുകൊണ്ട് ഇയാളോടൊന്നും പറഞ്ഞ ഏക്കുകയല്ല. അടുത്തത് അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞു. അതാ പുള്ളി ഇങ്ങനെ നിൽക്കുക, ഉറഞ്ഞു. നമ്മളൊക്കെ മറുഭാഷയാ വേറെ ആന്നേ ഉള്ളൂ. അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞ എന്നാന്നൊന്നും പൊതുവെ പറയാൻ കൊള്ളുകയല്ല. പുള്ളി അരമനയ്ക്കകത്ത് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂപ്പിലൊക്കെ ചെന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ അതുകൊണ്ട് ആ ചെറുക്കൻ പറയാം, അതിന് മനസ്സിലായി. ആയി കയറി നിൽക്കുക, കണ്ടോടി പോന്നു, വാലിക നീ നമുക്ക് പോവാന്ന് പറഞ്ഞ അടുത്ത വാക്യം. അടുത്തത് ദാവീദോ അല്ലല്ല 14. നമ്മൾ 14 വന്നു. ആ പാടിക്കപ്പുറം അവൻ അപ്പനോട് പറഞ്ഞില്ല താനും ശൗൽ ഗിബയുടെ അതിരിങ്കൽ, ശൗല് ദുരാത്മബാധിതനാ. ഗിബയുടെ അതിരിങ്കൽ മിക്രോനിലെ മാതള നാരകത്തിന്റെ കീഴിലിരിക്കുക. ഇവിടെ കാവൽപ്പട്ടാളം വന്ന് ഫെലിസ്തരെല്ലാം വന്ന് പണം നമ്മ പുള്ളി ഊട്ടി, കൊടൈക്കനാല്, പിന്നെന്തുവാ മൂന്നാറ്, പിന്നെ ഗവി, പച്ചക്കാനം ഗവി. ഇടയ്ക്ക് വണ്ടിയും കേടായി. ജായി വന്ന് കയറി അടിച്ച് നിരത്തുക ഫെലിസ്തീനെ. പുള്ളി അന്നേരം മിക്രോണിൽ മാതള നാരകത്തിന്റെ മാതളത്തോടെല്ലാം ഉണക്കി തേനിനകത്ത് ചാലിച്ച് ഫെലിസ്തീൻ വന്ന് വാളയടിച്ച് കിടക്കുക. പിന്നെ അതിന്റെ നീര് മാത്രം ഇറക്കി പിശിട്ടെല്ലാം ശരീരകാന്തിയൊക്കെ വർദ്ധിപ്പിച്ചിരിക്കുക. ആരാ? പിന്നെ അങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കുന്ന ധാരാളം ആൾക്കാർ അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. സ്തോത്രം പ്രസംഗിക്കാനൊക്കെ വരുമ്പോ എന്തെല്ലാം മേക്കപ്പോട് കൂടിയാ ചിലര്, ഇല്ലേ? നേരെ കാണുമ്പോ ഈ പുള്ളി തന്നെ ആയിരുന്നു. ആ സമയത്ത് പ്രത്യേക രീതി വരുന്നതാ. ഭൂതമെല്ലാം കൂടെ കയറിയവനല്ല. അതുകൊണ്ട് യോനാഥാൻ അപ്പനോട് പറഞ്ഞില്ല ഇവന് ഇങ്ങനെയൊക്കെയാ. ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, കാര്യത്തിനെല്ലാം ഓർഡർ വരുത്തി. എല്ലാം വിവരിക്കുന്നില്ല. ഓർഡർ അങ്ങോട്ട് വരുത്തി. മില്ലോ പണിതു, സംഭാര നഗരങ്ങൾ പണിതു, ആഭ്യന്തരത്തെ പിന്നത്തേതിലെ പെട്ടകമൊക്കെ കൊണ്ട് അത് പിന്നീടാ. പാട്ടുകാരെ, കൂറിന്റെ ക്രമത്തിൽ ശുശ്രൂഷകന്മാരെ, അബിയാ കൂറ് മുതൽ സെക്കറിയ കൂറ് വരെ 24 ദൈവത്തിന് മഹത്വം. പ്രസംഗം നിർത്താൻ വേണ്ടി ഓഫാക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. സ്തോത്രം. നന്നായിരിക്കും. മൈക്ക് നന്നായിരുന്നു കേട്ടോ. ഇടയ്ക്ക് പോയെന്നേ ഉള്ളൂ. നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. മാതളമാണല്ലോ. അപ്പൊ ഇവന് പരുവക്കേടായി. ദാവീദ് ഇതെല്ലാം ഓർഡറിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. 24 കൂറിന്റെ ക്രമത്തിൽ പുരോഹിത വൃന്ദങ്ങളെ അങ്ങോട്ട് നിർത്തി. അബിയാ കൂറ് മുതൽ സെക്കറിയ കൂറ് വരെ പാട്ടുകാരെ അങ്ങോട്ട് ക്രമീകരിച്ചു. യദൂഥൂൻ, ഹേമാൻ, ആസാഫ്. പിന്നത്തേതിൽ ആസാഫിനെ തലവനാക്കി. അത് 16-4 കിടപ്പുണ്ട്. 16-4 വായിച്ച് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ആയിര് ആ കണ്ണിക തുടങ്ങുന്നത് ഇടതുവശത്ത്. ആയിര് അവൻ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക്
യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ ശുശ്രൂഷന്മാരെ നിയമിച്ചു. ആസാഫ് തലവൻ, രണ്ടാമൻ സെഖര്യാവ്. ഇടയ്ക്കൊരു ദൂത് പറയാം, ദൈവദാസന്മാരും ഒക്കെ ഉള്ളത് കൊണ്ടാ ഇടയ്ക്കൊരു ദൂത് പറയാം. ഞാൻ മുമ്പേ പറഞ്ഞതിലൂടെ കണക്റ്റാണ്. സൂത്രത്തിലൊന്നും ചെയ്യരുത്, തന്ത്രത്തിലും ഒന്നും ചെയ്യരുത്. സമയമാകുമ്പോൾ ദൈവം നിന്നെ സ്ഥാനത്താക്കും. കാരണം ദാവീദ് പാട്ടുകാർക്ക് 2 നിയമനം നടത്തി. ഒന്നാമത്തെ നിയമനത്തിൽ ആസാഫിനെ വെറും ഒരു പാട്ടുകാരനായിട്ടാണ് നിർത്തിയത്. അത് 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിച്ചേ. ഇപ്പം വായിച്ച അധ്യായത്തിന്റെ പുറകെ പിന്നെ ദാവീദ് ലേവ്യരിലെ പ്രധാനന്മാരോട് വീണ, കിന്നരം, കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാഥ ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന്. അപ്പൊ ഇതൊക്കെ ധ്വനിപ്പിക്കുമ്പോ സന്തോഷത്തോടെ വേണം, ഉച്ചത്തിലും ഒക്കെ ധ്വനിപ്പിക്കണം. ചുമ്മാ കഷായം കുടിച്ച പോലെ ധ്വനിപ്പിക്കരുത്. ഇത് വായിച്ചോ. സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. അങ്ങനെ ലേവ്യര് യോവേലിന്റെ മകനായ മകനാകുന്ന ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ ബെരക്യാവിന്റെ മകനായ ആസാഫിനെയും, ലേവി ഗോത്രത്തിൽ കോരക കുലത്തിൽ ബേരക്യാവിന്റെ മകനാകുന്ന ആസാഫിനെയും, അവരുടെ സഹോദരന്മാരായ മെരാര്യരിൽ കൂശായാവിന്റെ മകനായ ഏതാനെയും അവരോടുകൂടെ രണ്ടാം തരത്തിലെ രണ്ടാം തരം. അതാ ഞാൻ കൈ ആദ്യം കാണിച്ചേ. രണ്ടാം തരത്തിൽ തങ്ങളുടെ സഹോദരന്മാരായ സെഖര്യാവ്, ബേൻ, യാസിയേൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ആസാഫ് ഭയങ്കര മിടുമിടുക്കനാ. സംഗീതത്തെ പറ്റി അഗാധ പാണ്ഡിത്യമുള്ള ആളാ. ഉള്ളതിൽ ഏറ്റവും മെച്ചം ആസാഫ്. പക്ഷെ ആദ്യത്തെ നിയമനത്തിൽ പുള്ളിയുടെ കഴിവും പ്രാപ്തിയും അനുസരിച്ച് ഒരു നിയമനം കൊടുത്തില്ല. നമ്മളായിരുന്നു അവിടെ ഇല്ലാത്ത കൊല്ലാപ്പല്ല ഉണ്ടാക്കി അന്നേരം നമ്മുടെ ആൾക്കാരെ കയ്യിലെടുത്ത് പാര വെച്ച് ടോർപ്പിടോ വെച്ച് ഒരു പ്രത്യേക പാനൽ ഉണ്ടാക്കി രാത്രി തന്നെ ഫോൺ ചെയ്ത് മെസ്സേജ് വിട്ടു. വാട്സപ്പിനകത്തും ഒക്കെ വിടാവുന്നതിന്റെ പരമാവധി വിട്ട് ആവിയതിന്റെ പഴയ ചരിത്രമെല്ലാം പൊക്കി. 11-12 അവന്റെ കയ്യിലൊരു ഫോട്ടോ വായിച്ചില്ല. തള്ള അവിടെ നിൽക്കുന്ന ഒന്നും അറിയാൻ തന്നെ ആർക്കും എല്ലാരും എന്തെല്ലാം നാശോപ്പിക്കാൻ. ദൈവത്തിന് മഹത്വം. ആസാബൊന്നും മിണ്ടിയില്ല. സാധാരണ ഒരു നിയമനം കൊടുത്തു. ആസാബിനറിയാം എന്നെ ഒരു സ്ഥാനത്ത് ആക്കണമെന്ന് പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ടൈം ആകുമ്പോ ആക്കും. ഒന്നാമത്തെ നിയമനത്തിൽ എല്ലാവരുടെയും കൂടെ ഒരു പാട്ടുകാരൻ. പക്ഷേ ആസാബ് പ്രാർത്ഥിച്ചെന്ന ദൈവസന്നിധിയിലിരുന്നു. രണ്ടാം നിയമനം വന്നപ്പോൾ ആസാബ് തലവൻ. അല്ല, സൂത്രത്തിലൊക്കെ ഒത്തിരി നേടിയെടുക്കുന്നവരില്ലേ? ചിലര് സൂത്രം കാണിച്ചിട്ട് ഒത്തുമില്ല. അത് നിങ്ങൾക്കറിയാമല്ല. നിങ്ങളെല്ലാം പരമാർത്ഥികളായതുകൊണ്ടൊന്നും അറിയുന്നില്ലല്ലോ. ഈ സൂത്രമൊന്നും കാണിക്കരുത്. നിന്നെ ഒരു തലവനാക്കാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ടൈം ആകുമ്പോൾ ദൈവം കൊണ്ടുവന്നോളും. അങ്ങനെ ആസാഫ് തലവൻ. ഇതെല്ലാം ക്രമീകരണം ദാവീദ് വരുത്തി. ഇതെല്ലാം ചെയ്തിച്ച് ദാവീദ് ഇതിനിടയ്ക്ക് പറഞ്ഞു, ഞാന് സിയോൻ കോട്ട പിടിക്കാൻ വരുവാന്ന് പറഞ്ഞു. സിയോൻ കോട്ട അത് ദാവീദിന് നഗരമാണല്ലോ. സിയോനെ പറ്റി ഒത്തിരി പറയേണ്ടതുണ്ട്, ഒന്നിലേക്കും തുടർന്നില്ല. സിയോൻ കോട്ട. അപ്പോൾ സിയോൻ കോട്ട പിടിക്കാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അന്ന് സിയോൻ കോട്ടയ്ക്കകത്തുള്ള ആൾക്കാർ, അന്ന് അവിടെ പാർക്കുന്നവര് യെബൂസ്യരാ. യെബൂസ്യൻ എന്ന വാക്കിന് ഒരർത്ഥം കര കയറാൻ മനസ്സില്ലാത്തവനെന്ന. ഇപ്പോഴും അങ്ങനെ മനസ്സില്ലാത്ത ഒത്തിരി എണ്ണമുണ്ട്. ഏതാ സുവിശേഷം നമ്മൾ പറയുമ്പോഴേ ജോലിയും കൂലിയില്ലാത്ത കുറെ അവന്മാര്, ഒരു പണിയില്ലാത്ത കുറെ എണ്ണം. ചിലരോട് പറയുക, അച്ഛാ കണ്ണടയുന്നതിന് മുന്നേ ഈ സുവിശേഷം കേൾക്കണേ, വിശ്വസിക്കണേ. പിന്നെ അല്ല, ചിലരുടെ പോക്കും ഇരിപ്പും പാപവും കണ്ട മരിക്കുകയല്ലെന്നും പറഞ്ഞ നിങ്ങൾ ആ സംസാരമൊക്കെ കേട്ടിട്ടില്ലേ? സാഗല എണ്ണവും ചാകും. ഇന്ന് ഞാനൊരു മരണ വീട്ടിൽ പോയപ്പോ അത് പറഞ്ഞേച്ചാ വന്നേ. പണ്ട് ഒരു കഥയല്ല സംഭവമാ. ഒരു വലിയ വ്യവസായ പ്രമുഖൻ, വലിയ ഉന്നതനായ മനുഷ്യനാണ്. പുള്ളി രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങി കോട്ടും സൂട്ടും ഒക്കെ ഇട്ട്, സൂട്ട് കേസും ഒക്കെ, അന്നത്തെ കാലമാണ്, പിടിച്ച് കയ്യുമൊക്കെ കെട്ടി, നല്ല കാണാൻ നല്ല മിടുമിടുക്കൻ, വലിയ പ്രമുഖനാ, വ്യവസായ പ്രമുഖനാ. പുള്ളി അങ്ങോട്ട് ഇറങ്ങിയപ്പോ നമ്മുടെ ഒരു സാധു ഉപദേശി
ഒരു ലഘുലേഖയായിട്ട് ചെന്നു. അപ്പൊ പുള്ളി വെച്ചു സുവിശേഷം നേരമില്ല, പോകാൻ പറഞ്ഞു. ന്യായവുമാ, പുള്ളി എന്തെല്ലാം ഉത്തരവാദിത്തമുള്ള അതിനിടെ ഇത് കേൾക്കാൻ. അപ്പൊ പുള്ളി വെച്ച് പറഞ്ഞു, സാറേ കേൾക്കണേ, ഇത് കേൾക്കേണ്ടതാ, തന്നോടല്ലോട് പറഞ്ഞു, എനിക്ക് നേരമില്ല, ബിസിയാ. ഓ, അങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ആട്ടി. ഡ്രസ്സും ഒന്നും അത്ര നല്ലതല്ല, കാണാനും അത്ര മെച്ചമൊന്നും. അങ്ങനെയുള്ളവരെ ഇന്നും അങ്ങനെ ആട്ടുന്ന ആൾക്കാരുണ്ട്. ആട്ടി വിട്ടു, നേരമില്ല, സമയമില്ലെന്ന്. പുള്ളി ദുഃഖത്തോടെ, ദൈവമേ ഒരവസരം അദ്ദേഹത്തിന് വീണ്ടും ഒരുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. സമയമില്ല, ബിസിയാ, സമയമില്ലെന്ന്. ഓ, എനിക്ക് സമയമില്ല നിൽക്കുക, തിരക്ക് പിടിച്ചു നിൽക്കാനാണ്. അതായിരുന്നാലും കാര്യമുണ്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പം വേറൊരു പുള്ളി അവിടെ വന്നു. പുള്ളി വന്നത് വേറൊന്നുമല്ല, കയ്യിലൊരു കയറും ഒക്കെ ഉണ്ട്. നാടൻ ഭാഷ പറഞ്ഞ കാലന, യമൻ. അവൻ പോത്തിന്റെ പുറത്ത് കയറുമൊക്കെ ആയിട്ട് വന്ന പുള്ളി ഇതുപോലെ തന്നെ രാവിലെ പുള്ളിക്കിറങ്ങി സൂട്ട് കേസ് വാങ്ങുമെന്നും പറഞ്ഞു വരാൻ പറഞ്ഞു. അപ്പൊ പുള്ളി ആരാന്ന് ചോദിച്ചു. കൊണ്ടുപോകാൻ വന്ന. അപ്പൊ ഈ പുള്ളി മറ്റേ പുള്ളിയോട് ഉപദേശിയോട് പറഞ്ഞ ടൈമില്ല, പോകാൻ പറഞ്ഞു. പുള്ളി എനിക്കും സമയമില്ലെന്ന് പറഞ്ഞു. എനിക്കും സമയമില്ല, നിന്നെ അവിടെ കൊണ്ട് വെച്ചേച്ച് വേണം അപ്പുറം തങ്കത്തിന് വലിച്ചു കിടക്കുന്ന അവനെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചീക്കനാല് തങ്കമ്മ ഇവിടെ കിടപ്പുണ്ട്. തങ്കമ്മ 3 ആഴ്ച തങ്കമ്മനെ ഇത് കഴിഞ്ഞ് എനിക്ക് ഒട്ടും സമയമില്ല നിൽക്കുന്നത്, പെട്ടെന്ന് വരാമെന്ന് നേരെ ഉരുക്കിട്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി മരണത്തിന്റെ കുരുക്ക് വീഴുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. ഡംബോടുവാണീണും ധനാഢ്യറും സാധുക്കളായോരും ഡംബോട് വാണിടും ധനാഢ്യർ സാധുക്കളായോ എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം, എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം ഇല്ലാതെ വെടിയിടും. നീയതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീയതു മറക്കാതെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. സമയമായി. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ടൈം ആകുമ്പോൾ ദൈവം തന്നെ ഉയർത്തും. ഞാൻ നിങ്ങൾ സൂത്രമൊന്നും കണ്ടുപിടിക്കണ്ട. അപ്പൊ ദാവീദ് സിയോൻ കോട്ട പിടിക്കാൻ വരുവാന്ന് പറഞ്ഞു. അന്ന് സിയോൻ കോട്ടയ്ക്കകത്തുള്ളത് യെബൂസ്യനാണ്. അപ്പൊ യെബൂസ്യ മൂപ്പന്മാര് പറഞ്ഞു, ദാവീദ് ഇവിടെ കയറി വന്നു. അതിനെ ഒന്നിവിടെ വരികയല്ല, ഒന്നിവിടെ വരികയല്ല. പിന്നെ അഥവാ വന്നാൽ നമ്മളാരും പോകണ്ട, ഇവിടത്തെ മുടന്തന്മാരും എന്ന് പറഞ്ഞാൽ 2 കാലിനും ആക്കമുള്ളവനുള്ളില്ല അവൻ. അതായി പറഞ്ഞിട്ടുണ്ടാവും. 1.5 കാലം ചെന്നാൽ മതി, അതിനുള്ളത് ഉള്ളു. മനസ്സിലാകുന്നില്ല? അർത്ഥം ഇതാണ്, 2 കാലുള്ളവൻ ചെന്നാൽ അതിനുള്ളത് ഇല്ല ദാവീദ്. നമുക്ക് ഇവിടുന്ന് പിന്നെ ഇവിടുത്തെ കുരുടന്മാര് മതി, കാഴ്ചയുള്ള ഒറ്റ ഒരുത്തനും പോണ്ട. കണ്ണുകൊട്ടൻ ചെന്നാൽ മതി, കണ്ണുകൊട്ടന് തട്ടാനുള്ളതേ ഉള്ളെന്ന് ദാവീദ്. ദാവീദ് ഇത് കേട്ട് പഴയ പ്രമാണമല്ലേ, ശുണ്ടി കൂടി. 5-ന്റെ 5 ഒന്ന് വായിച്ച മാമേ, 15-ായിരിക്കും. ശാമുവേലിന്റെ 2-ാം പുസ്തകം. 2-ാം പുസ്തകമല്ലേ, 2-ന്റെ 5-ന്റെ 5. 2-ാം പുസ്തകം 5-ന്റെ 5. നീ പോയി വരിക. നീ പോയി വരിക. എവിടോട്ടാ പോകുന്നത് ഞാനൊന്ന് നോക്കാം. 2-ാം പുസ്തകം 5-ന്റെ 5. അവൻ ഹെബ്രോനിൽ യഹൂദയ്ക്ക് 7 സംവത്സരവും 6 മാസവും യെരൂശലേമിൽ എല്ലാ ഇസ്രായേലിനും യഹൂദയ്ക്കും 33 സംവത്സരവും രാജാവായി വാണു. അടുത്ത വാക്യം.
രാജാവും അവന്റെ ആളുകളും യെരൂശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളാകുന്ന യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. പിന്നെ ദാവീദിന് അവിടെ കടപ്പാൻ കഴിയുകയില്ല എന്ന് വെച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കയില്ല, നീ ഇവിടെ കയറുകയില്ല, നിന്നെ തടുക്കാൻ കുരുടരും മുടന്തരും മതി എന്ന് മുടന്താന്മാരും മതി, ഇവിടെ നീ കയറുകയില്ലെന്ന് പറഞ്ഞു. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അല്ല, ഞാൻ ചരിത്രത്തിലോട്ട് അധികം പോകുന്നില്ല, വചനമൊക്കെ നല്ല തിട്ടമുള്ളവരാ എന്നെ കേൾക്കുന്നത്. വിഷയടിച്ച് കയറ്റി വർഗീസ് പാസ്റ്റൊക്കെ നല്ല ഇടയ്ക്കിടയ്ക്കായിട്ട് ദൈവവചനം പറയുന്ന ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ മോശമല്ല, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് രോജാനൊക്കെ ദൈവദാസനൊക്കെ എല്ലാവരും മെച്ചപ്പെട്ടയാളാണ്. അപ്പൊ ഇവർക്ക് നന്നായിട്ട് വചനം അറിയാം. അപ്പോൾ എന്നിട്ട് ദാവീദ് അത് പിടിച്ചെങ്കിൽ യുവമാൻ അടങ്ങി നിന്നില്ല. ഇവര് ശത്രുക്കൾ പിന്നെയും കൂടി, മാത്രമാണോ ഫെലിസ്ത്യരെയും കൂടെ പിന്നെ ഇണക്കി. 18-ാം വാക്യം വായിച്ച് 5:18. ഫെലിസ്ത്യർ വന്ന് പിന്നെ അപ്പോൾ ദാവീദ് യഹോവയോട് ആലോചനയൊക്കെ ചോദിച്ചെന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ യെബൂസ്യനും ഫെലിസ്ത്യനും ഈ മല്ലന്മാരും മിടുക്കന്മാരും എല്ലാം കൂടെ ഒന്ന് ചേർന്നു. ആ സന്ദർഭത്തിൽ ആ ദാവീദ് 2-ാം സങ്കീർത്തനം എഴുതി. അതാ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ, അതാ വിഷയം. ഇതിന്റെ മുഖാന്തരം അതാ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ, യെബൂസ്യനും ഫെലിസ്ത്യനും മല്ലനും അമോന്യനും അമോര്യനും ഹിർവ്യനും അർഗ്യനും ഹമാത്യനും എല്ലാം കൂടെ ഒന്നിച്ച് ചിന്തിക്കുക. എന്തിനാ? അഭിഷിക്തനെ തട്ടിക്കളയാൻ ജാതികൾ കലഹിക്കുക. അപ്പൊ ഞാൻ ആ സങ്കീർത്തനം ഇങ്ങനെ പറയാറുണ്ട്, യുവന്മാരെല്ലാം കൂടെ നിന്നിങ്ങനെ കലഹിച്ച് ജാതികൾ കലഹി വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുക. ഇങ്ങനെ നിരൂപിക്കുമ്പോൾ ആമേൻ സ്തോത്രം 4-ാം വാക്യത്തിൽ പറയുക, സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. അങ്ങനെയാലും ഒന്ന് ചിരിക്കട്ടെ നമ്മളും. വായിര് സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. അയ്യോ, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ കൂട്ടുകെട്ടും തന്ത്രങ്ങളും ഗൂഢാലോചനയും ഇവരുടെ ഈ അണിയറകളിലൊക്കെ ഒപ്പിക്കുന്ന തന്ത്രങ്ങളൊക്കെ കാണുമ്പോൾ സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. ഇത് ഈ സങ്കീർത്തനത്തോട് ബന്ധപ്പെട്ട് ഓർപ്പിച്ചല്ലോ. സങ്കീർത്തനം മശീകിക സങ്കീർത്തനമാണ്. 2. സ്തോത്രം. അതുകൊണ്ടാണല്ലോ സ്തോത്രം, ഇന്ന് നീ നിന്റെ പുത്രനെ 7-ാം വാക്യം 7-ആണോ 9-ആണോ അമ്മാമേ? ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളിച്ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് എന്ന് പറഞ്ഞ യേശുവിനെ വീണ്ടും ജനിപ്പിച്ചെന്നല്ല, ഇതവിടുത്തെ ഉയർപ്പിനെ കാണിക്കുന്നതാണ്. ക്രിസ്തുവേശുവിന്റെ ഉയർപ്പാ. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂമി രാജാക്കന്മാർ ഭരിച്ചു വാഴു ഏകനായകൻ. മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂമി രാജാക്കന്മാരെ ഭരിച്ചു വാഴും. നമ്മെ സ്നേഹിച്ച മന്ദിരം ചോരകൾ കഴുകി നമ്മെ ശുദ്ധീകരിച്ച വിശ്വസ സാക്ഷികൾ സ്തുതിപ്പി ഹല്ലേലൂയ പാടി സ്തുതിപ്പി ലോകത്തെ പാപത്തെ നീക്കുവാൻ. മരിച്ചവനിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂമി രാജാക്കന്മാരെ ഭരിച്ചു വാഴും. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ എന്റെ വീട് ജനിപ്പിച്ചെന്നേ. ഇത് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ വാക്ക്. എന്നിട്ട് 12-ാം വാക്യം പറയുക, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാൻ പുത്രൻ. ഇത് മശീകിക സങ്കീർത്തനമാണ്. അപ്പൊ അങ്ങനെ കൊണ്ട് ചേർത്ത് പിടിച്ചാൽ ഇവിടെ ദാവീദിനോട് ബന്ധപ്പെട്ട് ഫെലിസ്ത്യനും അമോന്യനും പിന്നത്തേതിൽ ജാതികളും യെബൂസിനും എല്ലാം കൂടെ തന്ത്രങ്ങൾ മെനഞ്ഞ് ഗൂഢാലോചനകൾ മെനഞ്ഞ് ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുക. അതെന്നാന്നറിയാമോ? അവൻ ദാവീദിനെ ഒന്നും നീ തൊടത്തില്ല. ദാവീദ് നല്ല വാർദ്ധക്യത്തിലേ മരിക്കുവുള്ളു. അവൻ മരിക്കുന്നതിന് മുന്നേ കാര്യമെല്ലാം ക്രമീകരിച്ചേച്ച് മരിക്കുവുള്ളു. നിന്റെ ഒന്നും കയ്യിൽ തരത്തില്ല. അതാ സ്വർഗം ചിരിക്കുന്നത്.
നിങ്ങളുടെ ഈ ഗൂഢാലോചനകളും തന്ത്രങ്ങളൊന്നും യേശുകയല്ല. ഇത് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ചേർത്ത് പഠിച്ചാൽ ആമേൻ ദൈവത്തിന് ഭഗത്ത് ആമേൻ യഹൂദ മതം മുഴുവൻ, റോമൻ സാമ്രാജ്യം മുഴുവൻ പോരാ, ആമേൻ സ്വന്തം സാത്താന്യ ശക്തി മുഴുവൻ നിന്ന് വെല്ലുവിളിക്കുക, യേശു ഉയർക്കരുത്. അവിടുത്തെ തിരുശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി അരിമത്തിയിലെ യോസേപ്പും രാത്രി വന്ന് നിക്കോദേമസും കൂടെ ചേർന്ന് പീലാത്തോസിന്റെ അനുമാനമക്കമാക്കി 100 റാത്തൽ സുഗന്ധക്കൂട്ടുള്ള നിർമ്മല ശീലയിൽ അവിടുത്തെ തിരുശരീരം പൊതിഞ്ഞ് ക്രമപ്പെടുത്തി യോസേപ്പിന്റെ ആ തോട്ടത്തിനടുത്ത് തന്നെ ഉള്ള കല്ലറയിൽ കൊണ്ടുവച്ചു. ദൈവത്തിന് മഹത്വം. നേതാക്കന്മാരും മഹാപുരോഹിതന്മാരെല്ലാം കൂടി ആലോചിച്ചു എന്ന് പറഞ്ഞു, ചതിയൻ ജീവിച്ചിരുന്നപ്പോ ഉയർക്കുമെന്ന് പറഞ്ഞു. അതൊന്നും നടക്കുകയില്ല. എന്നാലും അവന്റെ പിച്ചന്മാര് കള്ളന്മാര് അവന്മാരെങ്ങനെ അടിച്ചു മാറ്റി വെച്ച പിന്നെ ഉയർത്തുന്ന പറഞ്ഞ പിന്നെയും പൊല്ലാപ്പ. അതുകൊണ്ട് എന്തെങ്കിലും കോമഡി ഉണ്ടാക്കണം. കോമഡി തന്നെ കല്ല് ബന്ധവസാക്കണം. ഓ ഭയങ്കരം കല്ല് കൊണ്ടുവന്ന് ഉരുട്ടി, കല്ലെല്ലാം കൂടെ ഉരുട്ടുമ്പോ സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുക. ഇവനെല്ലാം ഏലായിട്ട് കൊടുക്കുക, ഏലായിട്ട് കൊടുക്കുക കല്ല്. അങ്ങനെ പറഞ്ഞു ശരിക്കും ഉരുട്ടിയെല്ലാം കൂടെ വെച്ചപ്പോ സ്വർഗത്തിരിക്കുന്നതെല്ലാം കണ്ട് ചിരിക്കുക. ആടിയിരുന്നു. ഇവിടുത്തെ പറഞ്ഞ് ഇച്ചിരി വിടവുണ്ട് എന്ന് പറഞ്ഞ വിടവടച്ചേക്ക. അപ്പൊ സ്വർഗത്തിരിക്കുന്ന ചിരിക്കുക. ഇവന്മാര് വിടവടക്കുന്നത് ആരാ ഇതിനകത്ത് ഇരിക്കുന്നത്? ഈ പൊട്ടന് വല്ലതും അറിയാമോ? ദൈവത്തിന് മഹത്വം. അപ്പൊ ഒരുത്തം പറഞ്ഞ് വിടവെല്ലാം അടച്ച് ഉരുളുമെന്ന് സംശയമുണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ മുദ്ര. അപ്പൊ പിന്നെ ആരും കൂടുകയല്ലോ മുദ്ര. അവിടെ നിന്ന് കൊണ്ട് മുദ്രയെല്ലാം കൂടെ വെച്ചപ്പോഴും സ്വർഗത്തിരിക്കുന്നത് ചിരിക്കുക. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല, സമയം ആയല്ലോ. സ്വർഗത്തിരിക്കുന്ന ഇതെല്ലാം ചിരിക്കുക. ചിരിക്കാൻ കാര്യം ഞാനിങ്ങനെ പറഞ്ഞത്, ഇവിടെ ഈ 3-ന്റെ അന്ന് ദൂതൻ അവിടെ നിന്നോട്ട് ഇറങ്ങി കല്ലങ്ങോട്ട് തട്ടി ഒന്ന് കൈമാറണം. കിട്ടുന്ന വില വെറുതെ കൊടുത്ത ധാരാളം പേരുണ്ട്. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൊടുക്കുമ്പോഴൊക്കെ ആർക്കാ കൊടുക്കുന്നെന്ന് ശ്രദ്ധിച്ചോണം. വിശേഷിച്ച് ചോദിച്ചാൻ അറിയാമല്ലോ, ഇല്ലയോ? സക്കായി പറഞ്ഞ് പകുതി തരത്തിന് മാറി. ഇത് പണ്ടൊരാൾ വായിച്ചു. നമ്മുടെ എപ്പിസോഡ് വെച്ച് ക്രൈംബ്രാഞ്ച് സഭയുടെ ശുശ്രൂഷക്കാരി വേറൊരാൾ വായിച്ചു ദുഷ്ടന്മാരുടെ വഴി. വായിച്ചപ്പം ക്ലിയറായി. വായിച്ചപ്പം ക്ലിയറായി. ക്ലാസ്സിന് വെളി പോടാം. അന്നത്തെ അധ്യാപകരൊക്കെ അങ്ങനെ അല്ല, ശിക്ഷണം നല്ലതാ. ഇറങ്ങണമെന്ന് പറഞ്ഞ ക്ലാസ്സിന് വേണ്ടി ഇറക്കി 101. ഇറങ്ങണമെന്ന് പറഞ്ഞ ക്ലാസ്സിന് വേണ്ടി ഇറക്കി 101 പ്രാവശ്യം ഇമ്പോസിഷൻ. അഫ്ഗന്മാരൊക്കെ അങ്ങനെ ആറ് വായിച്ചു കൊടുത്തു. അകലുകൊണ്ട് തളർത്ത തടി വായിച്ചു കൊടുത്തു. ഒന്ന് പുള്ളി തടിയെ പറ്റി പ്രസംഗിച്ചു. പുള്ളിക്കും തിട്ടമില്ല. സാറിന് തടിയെന്ന് പറയുമ്പോൾ അതിന് കാതലും. അപ്പം യോഗം കഴിഞ്ഞപ്പോ ഒരാൾ വന്ന് ആസ്തേ കാതലും. അപ്പം യോഗം കഴിഞ്ഞപ്പോ ഒരാൾ വന്ന് ആസ്തേ നടിയെന്നല്ലോ സാറേ, നടിയെന്നല്ലോ സാറേ, വടിയെന്നല്ലോ. ഇടോ 35 ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി യശയാവ് 53 ആധാരമാക്കി യശയാവ് 53 ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം സുവിശേഷം അറിയിച്ചു. ഈ തിരുവെഴുത്ത് ആധാരമാക്കി പീലിപ്പ് അയ്മേനിയോടും പറയണം, തിരുമേനിയോടും പറയണം, ഉപദേശോടും പറയണം, പ്രവാചകോടും പറയണം, പ്രവാചകൻ എല്ലാ സുവിശേഷം കേൾക്കണം. പകലോമത്വം കേൾക്കണം, ശങ്കരഗുരിയും കേൾക്കണം, കാലികാവും കേൾക്കണം. കള്ളി അതൊരു കുടുംബമാണ്. കാലികാവും കേൾക്കണം, കള്ളി അതൊരു കുടുംബമാണ്. സകല കള്ളി ഇത് കേൾക്കണം. തോമാസ് ലീഗാവ് നേരെ പള്ളി വെച്ചെന്ന് പൊട്ടത്തരം പറയുന്ന ആൾക്കാരുണ്ട്. ആ പൊട്ടനും കേൾക്കണം. പിന്നെ എവിടെയാണ് പള്ളി? കൊരണ്ടി പോയി വെള്ളം എടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ വെള്ളം അവിടെ. പിന്നെ എന്ന് പറഞ്ഞാൽ മാജിക്ക് തോമയല്ലേ? ഇത്ര സമയം കൂടെ അടുത്തേക്ക് നിർത്തുന്നുള്ള എന്നാ പ്രശ്നം ഉണ്ടായാലും, ഇന്നിവിടെ എന്നാ ഭൂകമ്പം ഉണ്ടായാലും, സകല മാജിക്ക് തോമായും കുടുവിൻ സഭകൾ
വരും യേശുവിൻ നാമത്തിൽ. സകല എണ്ണം സുവിശേഷം കേൾക്കണം. അതിന് ഇന്ന് പോകുന്നുള്ളു. എന്നെ സമയമായോ? അവിടെ ഇരി. എല്ലാവരും കേൾക്കണം സുവിശേഷം. അതല്ല എടാ, സുവിശേഷം വന്നതുകൊണ്ട് കേരളത്തിന്റെ അല്ല രാജ്യത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നേ. എന്റെ വല്യപ്പന്റെ അപ്പൻ ഇതുപോലെ വെള്ളത്തുള്ളി കൊടുത്തോണ്ട് റോഡ് ഒരു ദാരി തന്നെ കിട്ടണമെന്ന് ഓർത്തിരിക്കുക. കാരണം അജരമഴം സ്തോത്രം. പണ്ടേ 100 കൊല്ലം മുമ്പ് അധസ്ഥിതനാകുന്ന എന്തിനാ എന്റെ കുടുംബത്തിൽപ്പെട്ട വല്യപ്പന് ഇതുപോലൊരു വെള്ള സുവിശേഷം വന്നതുകൊണ്ട് 2 അക്ഷരം കൂട്ടി. ആർക്കാ? എന്റെ വല്യപ്പനെയും വല്യപ്പന്റെ അപ്പനെയും. വിനകൃതി. എന്നിട്ട് ഇപ്പൊ പറയാ അങ്ങോട്ട് പിന്നെയും ചെല്ലാനോ? അങ്ങോട്ട് പിന്നെയും ചെല്ലാനോ? എന്റെ ഉപ്പാപ്പ നോക്കിയാ മറക്കുകയല്ല. എന്റെ ഉപ്പാപ്പ നോക്കിയാ മറക്കുകയല്ല. നിന്റെ വല്യപ്പൻ മുറുമുത്തച്ഛൻ, നിന്റെ വല്യപ്പൻ മുറുമുത്തച്ഛൻ നോക്കിയാ തൊട്ടുകൂടാത്തവർ കൂടാത്തവർ പെട്ടാലും ദോഷമുള്ളോ. ഓ ചെന്നിങ്ങനെ തമിഴിങ്ങനെ ഒട്ടല്ല ജാതി പോമങ്ങൾ തമിഴുന്ന പോലിങ്ങനെ ഒട്ടല്ല ചെയ്ത് ഏതാണ്ടെല്ലാം തൂത്തുവെച്ച് പെൺകൊച്ചിയെ പിടിച്ച് വലിച്ചോണ്ട് പോവുക. ചെയ്ത് ഏതാണ്ടെല്ലാം തൂത്തുവെച്ച് പെൺകൊച്ചിയെ പിടിച്ച് വലിച്ചോണ്ട് പോവുക. വലിച്ചോണ്ട് പെണ്ണ് കടന്ന് അപ്പം വില്യം കയറി പോയി അന്വേഷിക്കാൻ. അപ്പൊ ചെന്നപ്പോ കണ്ട കാഴ്ച ഒരു വലിയ ചിത, ഒരു മനുഷ്യനെ അവിടെ മരിച്ചു കിടത്തിയിരിക്കും. ഭർത്താവ് മരിച്ചാൽ ചാടുന്നത് തന്നെ. അതുപോലെ തന്നെ കൊച്ചു പറഞ്ഞു പള്ളിയിട്ട് വരിഞ്ഞു മുറുക്കി കെട്ടി കത്തിച്ചു. നിയമം കൊണ്ടുവന്നു. അതിനോട് ബന്ധപ്പെട്ട പിന്നെ ആരും ഇവിടെ പൊതുവിൽ അത് മിഷണറി ആയതുകൊണ്ടാണ്. അതൊന്നും ഇവിടുത്തെ വലിയ പണ്ഡിതന്മാരൊന്നും ഒന്നും പറയത്തില്ല. നിങ്ങൾ ശരി നിഷ്പക്ഷമായിട്ട് പഠിക്കും. നാശം പിടിച്ച മാർഗത്തിന് വിരാമം വരുത്തുവാൻ, ചൊല്ലിടുവാൻ സ്തോത്രം. യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം ഇങ്ങനെ 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 എങ്ങനെ ഇങ്ങനെ സുവിശേഷം പറഞ്ഞ സ്നാനമുണ്ടെന്ന് ബന്ധുക്കോസുകാരുണ്ടാക്കിയ നല്ലട പൊട്ട. പിന്നെ അത് സ്നാനത്തിന് അന്ന് മുതലേ ഈ പൊട്ടനൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന ബന്ധുക്കോസുകാർ കുക്കുസായിട്ട് ഇവിടെ കൊണ്ട് വന്നപ്പോ ഇത് പറഞ്ഞു തന്നു. അതാ കുക്കുസായിട്ട് ഇവിടെ കൊണ്ട് വന്നപ്പോ ഇത് പറഞ്ഞു തന്നു. അതാ അല്ല മറാമയുടെ പോക്കറ്റിൽ ഇരുന്നാണോ സ്നാനം? കുക്കുസാഹിബിന്റെ കുടുംബ സ്വത്താണോടാ സ്നാനം? എടാ സ്നാനം ഈ പുസ്തകത്തിൽ പട്ടരാന കളിപ്പിച്ച് നടത്തിയപ്പോൾ അമേരിക്ക നിന്നും മറ്റു രാജ്യത്തു നിന്നും മിഷണറി വൈദ്യമാരികൾ ഇത്യാദിക്കും കാമം നിൽക്കും കുക്കുരം പട്ടി കാമം നിൽക്കും കുക്കുരം പട്ടി കുക്കേറിയിട്ടില്ല. പാപ്പച്ചൻ പറഞ്ഞ ഞങ്ങൾ പകലോമറ്റ വന്നാണ് എന്റെ പാവപ്പച്ച നീ വെള്ളം കുടി. പകലോമറ്റ വന്നാണ് എന്റെ പാവപ്പച്ച നീ വെള്ളം കുടിക്കാതെ കേറിയേ. നീ ഇപ്പോഴും ആളുകളിലേക്ക് പൂച്ച ബുസി ഇതിനകത്ത് കേറി ബ്ലസി ഇപ്പോഴും ഇന്ന് രാത്രി നീ അകത്ത് എല്ലാം വിവരിക്കാൻ നേരമില്ല. സ്നാനിട്ട കാര്യം നിങ്ങളാരും അറിയാതിരിക്കരുത്. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി തന്നിരിക്കുന്നു. അതും സ്നാനം. ഉറങ്ങരുതേ. ഇപ്പൊ സ്നാനപ്പെടുന്ന ബിസ്ക്കറ്റ് തരണം. ഇപ്പൊ സ്നാനപ്പെടുന്ന ബിസ്ക്കറ്റ് തരണം. ഈ കൊച്ചിനെ എടുത്ത് അങ്ങനെയാണോ സ്നാനപ്പെടുത്താൻ വന്നേ? രാവിലെ കുളിപ്പിച്ചേച്ച് കണ്ണുവല്ലാതി
തന്നെ തുടർന്ന് പോകുകയാണ്, തന്നെ തുടർന്ന് പോകുകയാണ്, തുടർന്ന് പോകുകയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ വിവരിക്കുന്നത് ഞാനല്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ വിവരിക്കുന്നത് ഞാനല്ല. സ്നാനം ഇതുപോലൊരു അബദ്ധം പറ്റാനില്ല. സാന്ദ്രനാണ്. എന്താ ഇതിന്റെ വിശേഷത? സമാധാന സുവിശേഷമാണ്. 3 അഭിഷേകം, 2:40 മറ്റു പല വാക്കുകളാലും അടിയന്തരം എന്ന് വേണ്ട സകല ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറി സപ്തതിയും ശാക്തി എന്ന് വേണ്ട സകല ഗുണ്ടാമണ്ടിക്കകത്ത് പോയി ഞായറാഴ്ച ചെന്നാട തറിക്കൊണ്ട് വരുമാനം വരിക സഭയിലോട്ട് ട്രാഫിക് പോലീസിനെ കുറിച്ച്. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മത്തായി വിശേഷമായ നാം ഒരിക്കൽ ചൊല്ലുന്നു, ദൈവം എല്ലാവരെയും